അതാണ് ഇപ്പൊ മൂപ്പര് പറഞ്ഞത്. അതപ്പൊ കാസിമി പറഞ്ഞത് എന്ത് യുക്തിവാദികളായി പോകുന്നുണ്ട്, അതേപോലെ മറ്റേതായി മറിച്ചതായി പോകുന്നുണ്ട് എന്നാണ്. എന്നാ കാസിമി ഏതാ പറഞ്ഞത്? അല്ല, നിങ്ങൾ ഇന്നും കേൾക്കുകയാണ്. കാസിമി പറയാണ്, മുഖമക്കനയിട്ട പെണ്ണുങ്ങൾ, നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ. യുക്തിവാദികൾ നിസ്കരിക്കോ? സഖാഫി നിങ്ങൾ മറുപടി പറയണം. ഇത് യുക്തിവാദികൾ നിസ്കരിക്കലുണ്ടോ? ആ ജാതി പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ പോലും മക്കനിടലുണ്ടോ? എന്നിട്ട് കാസിമി പറയുകയാണ്, മക്കനയിടുന്ന പെണ്ണുങ്ങളെ, നിസ്കരിക്കുന്ന പെണ്ണുങ്ങളെ, വഖദ് അശ്റകത് ബില്ലാഹ്, ആ പെണ്ണല്ലാഹുവിൽ ശിർക്ക് ചെയ്തു പോയി. കേട്ടോളൂ. എല്ലാ മഠങ്ങളുടെയും പിന്നാലെ മുസ്ലിമീങ്ങൾ കൊണ്ടുപോയി കാണിക്ക വെക്കും. ആൾ ദൈവങ്ങളുടെ കാലിനോട് പിന്നിൽ ചുംബിക്കും മനുഷ്യൻ. മൊക്കനയിട്ട കോഴിക്കോട്ടെ മൊക്കനക്കാരികൾ വരെ കഴിഞ്ഞ കൊല്ലം മനോരമ ആഘോഷമാക്കിയില്ലേ? കേരളത്തിലെ പ്രഗത്ഭമായ പത്രങ്ങളിൽ പലരും ആഘോഷമായി പത്രങ്ങളിൽ വാർത്ത വന്നില്ലേ? ഒരാൾ ദൈവത്തെ, ഒരു മുസ്ലിം മുഖമക്കനയിട്ട മുസ്ലിം പെണ്ണ് കാലിന്റെ ചുവട്ടിൽ ചുംബിക്കുന്നു. എന്റെ ആ പാദം പൂജനീയമാണെന്ന് മനസ്സിലാക്കുന്നു. ആ പാദത്തിന്റെ ചുവട്ടിലാണ് ഉപകാരമുള്ളതും ഉപദ്രവത്തെ തടയുമെന്നതും വിശ്വസിക്കുന്നു. മനുഷ്യന്മാരെ, ഫഖദ് അശ്റകത് ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ആമീനൊക്കെ പറഞ്ഞോളി. എന്താ ഇവർ പറഞ്ഞത്? വഖദ് അശ്റകത് ബില്ലാഹ്. ആര്? മക്കനയിട്ട പെണ്ണ്, മുഖമക്കനയിട്ട പെണ്ണ് അല്ലാഹുൽ ശിർക്ക് ചെയ്തു പോയി. യുക്തിവാദിയായ പെണ്ണെന്നല്ല, മക്കനയിട്ട പെണ്ണ്, മുസ്ലിം സൊസൈറ്റിയിലുള്ള പെണ്ണ്. ഇതുപോലും ഞാൻ പറഞ്ഞില്ലേ, 3ാം ക്ലാസ്സിലെ കുട്ടികളെ പുസ്തകം ദുർവ്യാഖ്യാനം ചെയ്യുന്ന സഖാഫിക്കുണ്ടോ കാസിമിയുടെ വാക്ക് ദുർവ്യാഖ്യാനം ചെയ്യാൻ പ്രയാസം? കേട്ടോളൂ ബാക്കി. മനുഷ്യരെ, എന്തിനാണ് 5 വഖത്ത് വെറുതെ നിസ്കരിക്കുന്നത്? നിസ്കരിച്ചവർ നരകത്ത് പോയി എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിച്ച നരകത്തിൽ പോയവരെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടില്ലേ? ഫവൈലുൻ ലിൽ മുസല്ലീൻ. നിസ്കരിച്ച ആൾക്കാർ നരകത്ത് പോയില്ലേ? എന്തിനാ വെറുതെ 5 വഖത്ത് നിസ്കരിക്കുന്നത്? 1 അല്ല, 2 അല്ല, 3 അല്ല, 4 അല്ല, 5 വഖത്ത് നിസ്കരിക്കുന്ന മനുഷ്യന്മാര്, അത്തരത്തിലുള്ള പെണ്ണുങ്ങള് യുക്തിവാദികളല്ല, മുസ്ലിം സമൂഹത്തിലുള്ളവരെന്നെ. അവരെ സംബന്ധിച്ചാണ് ഖാസിമി പറഞ്ഞത് വഖദ് അശ്റകത് ബില്ലാഹ്. യുക്തിവാദികളെ സംബന്ധിച്ചല്ല എന്ന കാര്യം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. ശ്രദ്ധിക്കൂ നിങ്ങൾ. അല്ലാഹു തആല കാത്തുരക്ഷിക്കട്ടെ. അപ്പോ ഇതാണ് ഖാസിമി പറഞ്ഞത്. അതിനെ മൂപ്പര് ദുർവ്യാഖ്യാനം ചെയ്തത്. മനസ്സിലായോ? മറുപടി നിങ്ങൾ പോസ്റ്റ്മോർട്ടത്തിനോ സാറായിണ്ട്. നല്ല പരിപാടിക്ക് നിങ്ങൾ വന്ന് ഇനി കേൾക്കണോ നിങ്ങൾക്ക്? ഖാസിമി തന്നെ പറയുകയാണ്, ഹജ്ജ് ചെയ്ത മനുഷ്യന്മാരുടെ സ്ഥിതി. ഹജ്ജ് ചെയ്ത 1 ചെയ്ത് 2 കഴിഞ്ഞ് 3 കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞ് 5ാമത്തെ ചെയ്ത് ഹജ്ജ് ചെയ്യാൻ പോയത് എന്തിനാ? കേട്ടോളൂ നിങ്ങള്. യുക്തിവാദികൾ ഹജ്ജ് ചെയ്യാൻ പോവോ? യുക്തിവാദികളല്ല കേട്ടോ, ഹജ്ജ് ചെയ്ത മനുഷ്യന്മാര്. നിലമ്പൂർക്കാര് മാത്രമല്ല, കേരളത്തിലെ പ്രധാനപ്പെട്ട പല ക്ഷേത്രങ്ങൾക്കും ചുറ്റുമതിൽ കെട്ടിക്കൊടുത്ത ഹാജിയന്മാരെ എനിക്കറിയാം. കേരളത്തിലെ എന്തിനാ ഇവൻ 5ാമത്തേന് പോയത്? 1ഉം 2ഉം 3ഉം കഴിഞ്ഞ് 5ഉം കഴിഞ്ഞ് ഹജ്ജിയാകാൻ പോയത് എന്തിനാണ് ഈ ഹമാക്കത്ത് പിടിച്ചവൻ ഹജ്ജിന് പോയത്? എന്താണ് മനുഷ്യന്മാരെ ഇവന്റെ ഹജ്ജ്? എന്താ? ഹജ്ജൊക്കെ ചെയ്ത് മടങ്ങി വന്നിട്ട് ചെമ്മാട്ട ഹാജിയമാരെ, കോഴിക്കോട് ജില്ലയിലെ ഒരു ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും കഞ്ഞി പാരുന്ന ഹാജിയരെ ഞാൻ കേട്ടിട്ടുണ്ട്. ചെമ്മാട്ടുകാരൻ ഹാജി, മലപ്പുറം ജില്ലക്കാരൻ ഹാജി. ദീനിന്റെ നടുക്കഷ്ണമാണ് മലപ്പുറം ജില്ല എന്നാണല്ലോ വെപ്പ്. എന്തിനാണ് മനുഷ്യ നീയൊക്കെ പോയത്? ആരാണ് മനുഷ്യ നിനക്ക് ഈ 10 പറഞ്ഞത്? എന്താ മനുഷ്യരെ ഈ വിചാരിക്കുന്നത്? മന്ത്രിമാര് പോലും അതിലൊക്കെ അകപ്പെട്ടു പോകുന്നു. ശിർക്കിനെ പ്രണമിച്ചാൽ മാത്രമേ വോട്ട് ലഭിക്കൂ എന്ന് കരുതിയിട്ട് വലിയ വലിയ പൂജാശാലകളുടെ മുന്നാലെ കുറി തൊടാൻ ഇട്ടുകൊടുക്കുന്നു. ആദ്യം അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ സുബദ്ധമാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആദ്യം സുബദ്ധമാണെന്ന് ന്യായീകരിക്കുന്നു, പിന്നെ അബദ്ധമാണെന്ന് പറയുന്നു, പിന്നെ ആദ്യം സുബദ്ധവുമല്ല അബദ്ധവുമല്ല എന്ന് പറയുന്നു, പിന്നെ അവർ ഫെൽ ഡൗൺ. നാം വിശദീകരിക്കുന്നില്ല. അങ്ങനെ പലരും ഉണ്ടായല്ലോ ഇന്ത്യ ചരിത്രത്തിൽ. എവിടെ തൊട്ടാലും വേണ്ടില്ല, ഒരുത്തന്റെയും നെഞ്ചെന്ന വക്കാലത്ത് വാങ്ങിയിട്ടല്ല ഇത് പറയുന്നത്. അങ്ങനെയുള്ള ആൾ ദൈവങ്ങളുടെ കാൽക്കൽ പോയിട്ടാണ് എനിക്ക് സമാധാനം ലഭിച്ചതെന്ന് പറയുന്ന മുസ്ലിം മന്ത്രിമാർ കേരളത്തിലുണ്ട്. ആര്? ഹജ്ജ് ചെയ്ത ആളുകള്. യുക്തിവാദികൾ ഇങ്ങനെ ഹജ്ജിന് പോലല്ലേ? എന്തിനാ ദുർവ്യാഖ്യാനം ചെയ്യുന്നത്?
ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയ മുസ്ലിം സമൂഹത്തിലെ ആളുകൾ തന്നെ, നിസ്കരിക്കുന്ന മനുഷ്യന്മാർ തന്നെ, ഹജ്ജ് ചെയ്ത മനുഷ്യന്മാർ തന്നെ ശിർക്ക് ചെയ്യുന്നുണ്ടെന്നായി പറഞ്ഞത്. മുഹീദ്ദീൻ ശൈഖ് ചോദിച്ചില്ലേ, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്? എടോ, നീ എങ്ങനെയാ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലുക? നിന്റെ മനസ്സിൽ എത്ര എത്ര ഇലാഹുകളാണുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാത്തവരോടല്ലോ ശൈഖ് ചോദിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ശൈഖിനോട്, മനുഷ്യനോട് ശൈഖ് ചോദിക്കുകയാണ്, നീ എങ്ങനെ ചോദിക്കുന്നത്? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്ര എത്ര ഇലാഹുകളുണ്ട്? അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്ന ആളുടെ മനസ്സിൽ തന്നെ ശിർക്ക് വരാം, അല്ലേ? ഇനിയും പറയുന്ന കേട്ടോളൂ. ഖാസിമി പറയുകയാണ്, നേരത്തെ മുമ്പ് കേട്ടത് തന്നെയാണ്, പക്ഷികളെയും കൊണ്ട് നടക്കുന്ന ചില ആളുകളുണ്ട്. അവരോ അതിന്റെ പിന്നാലെ പോയി ശിർക്ക് ചെയ്യുന്ന ആരാ? അമുസ്ലിങ്ങൾ ചെയ്യുന്നുണ്ട്. അത് പിടി. യുക്തിവാദികളൊക്കെ അമുസ്ലിങ്ങൾ കൊടുത്ത് പറ്റിയില്ലേ? യുക്തിവാദികളൊക്കെ എന്തായി? അമുസ്ലിങ്ങൾ കൊടുത്ത് പറ്റിയില്ലേ? സഹോദരങ്ങളെ, മുസ്ലിമീങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. ആര്? മുസ്ലിമീങ്ങൾ തന്നെ ചെയ്യുന്നുണ്ട്. കേട്ടോളൂ. പക്ഷിയെ അവലംബിക്കുന്ന മാർഗങ്ങൾ നമ്മളിലും വരുന്നുണ്ട്. ഉദാഹരണം പറയാ, പഴയ കാലത്തൊക്കെ ഉണ്ടായിരുന്നു, അതിൽ വലിയ കൂടുതൽ ആ വിഷയത്തെ ആശ്രയിച്ചിരുന്നത് നമ്മളെ സമുദായത്തിലെ ഇപ്പോഴും ഉണ്ട്. ആ ബസ് സ്റ്റാൻഡിലൊക്കെ ചിലപ്പോൾ കാണാല്ലേ, അങ്ങനെയല്ലേ ഉണ്ടല്ലോ, എന്ത് ചില ആളുകൾ ഈ തത്തയും കൊണ്ട് നടക്കും. എന്നിട്ട് അവരുടെ കയ്യിൽ കുറെ ഈ ചീട്ടുകൾ ഉണ്ടാവും. എന്നിട്ട് ഏതെങ്കിലും ഒരു ചീട്ട് ഇത് തപ്പിയെടുത്താൽ അത് നോക്കിയിട്ട് ഇങ്ങനെ കിറുകിറൂന്ന് പറഞ്ഞിട്ട് പറയും ഈ പെണ്ണുങ്ങൾ എങ്ങനെ ഇരുന്നിട്ട്, അല്ലെങ്കിൽ ആണുങ്ങൾ. ഇന്ന് കണ്ടിട്ടില്ലേ നിങ്ങൾ അതും കണ്ടിട്ടില്ലേ? ഈ സാധുവായ ഒക്കെ ഞാൻ തന്നെ കാണണം. നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്താ ചെയ്യാ? നിങ്ങളിത് ആലോചിക്ക്, ഇതൊക്കെ ഇന്നും നടപ്പുണ്ട്. എന്നിട്ട് ഈ പക്ഷിയെ ഒരു പക്ഷിടാ നോക്കി ഒന്ന് തെരഞ്ഞെടുത്തു. എന്നിട്ട് ആ പക്ഷി തെരഞ്ഞെടുത്ത ആ ചീട്ട് നോക്കിയിട്ട് ഇയാൾ ഇങ്ങനെ വിശദീകരിക്കും. അതിനനുസരിച്ച് ഇയാൾ ഇങ്ങനെ ഈ ഷീട്ട് നോക്കിയിട്ട് ഇയാൾ വിശദീകരിക്കും കാര്യങ്ങളൊക്കെ. എന്താ ഷീട്ടിൽ എഴുതിയത്? അത് ലൗഹുൽ മഹ്ഫൂദിൽ നിന്നുള്ള രേഖയില്ല. ഇയാളെ നുണയാത്താകുന്നു. ഏത് ഷീട്ടെടുത്താലും ഇയാൾ പറയാൻ പോണത് അതന്നെയാണ്. എല്ലാ ഷീറ്റ് എടുത്താലും നമ്മളെ ഷീറ്റ് എടുത്ത് നോക്കുമ്പോൾ ഒക്കെ ക്ലിയർ ആണെന്നാ പറയാ. മറ്റൊന്ന് ഷീറ്റ് എടുത്താലോ അതും ക്ലിയർ തന്നെ. ഏത് ഷീറ്റാ ക്ലിയർ ഇല്ലാത്തത്? പിന്നെ അവസാനം ഉടക്ക് വെക്കുന്ന ചില ഷീട്ടുകൾ ഉണ്ടാവും. അതിന് പിന്നെ പൈസന്റെ വല്ല വിഷയം ഉണ്ടാവും. വലിയ ചില വിഷയങ്ങൾ, രാഹുകാലം, ഗുളികകാലം, ചില വിഷയങ്ങൾക്ക് ചില അബദ്ധങ്ങൾ, ശനിയൊക്കെ വല്ലാതെ കയറി വരുന്നുണ്ട്. അതിന് ചില പൂരാവിധികളൊക്കെ ഉണ്ട്. നിങ്ങൾ പൈസ മുടക്കുകയാണെങ്കിൽ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശനിദശ മാറിക്കിട്ടും എന്ന് വേണമെങ്കിൽ അവർ പറയും ചെയ്യും. അപ്പൊ പുതിയ ഒരു പൈസക്ക് അവിടെ വേദിയും ഒരുങ്ങും. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. മറ്റുള്ളവരുടെ ആഭ്യന്തരത്തിൽ ഞാൻ കൈവക്കുന്നില്ല. ഇത് തനിച്ച ശിർക്കിന്റെ ഭാഗമാണ്. ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റവരെ കാര്യമല്ല. കേട്ടില്ല നിങ്ങള്? ഇതിനാണ് അലവി സഖാഫി ന്യായീകരിച്ചത്. മുസ്ലിങ്ങൾ തന്നെ ശിർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് യുക്തിവാദത്തിലേക്ക് പോകുന്നുണ്ട്, യുക്തിവാദികൾ ചെയ്യുന്നുണ്ട്, അതുപോലെ മുർത്തദ്ദായി പോകുന്നുണ്ട് എന്നും പറഞ്ഞ് ന്യായീകരിക്കേ. നിങ്ങൾ ആലോചിച്ചോ കൂട്ടരെ, ഈ പച്ച മലയാളത്തിൽ കാസിമി പറഞ്ഞ സംഗതിയല്ലേ ഇയാൾ ദുർവ്യാഖ്യാനം ചെയ്ത്? ഇത് മുസ്ലിമീങ്ങളാണ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ആഭ്യന്തര കാര്യത്തിൽ ഞാൻ കൈവെക്കുന്നില്ല. മറുപടി ഉണ്ടെങ്കിൽ പറയണം. ഇനിയോ ഇത് കാസിമി തന്നെ പറയുകയാണ് തന്റെ ക്ലാസ് ആരംഭിക്കുമ്പോ, ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്നതാണ്. ഇതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അമുസ്ലിങ്ങളെയല്ല, മുസ്ലിമീങ്ങളെ തന്നെയാണ്. കാരണം അവർ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്ന് ബഹുദൂരം അകന്നു പോകുന്നുണ്ട്, അകന്നു പോയിട്ടുണ്ട്. ആര്? യുക്തിവാദികളല്ല, മുസ്ലിങ്ങൾ പോയിട്ടുണ്ട്. ഇന്നിവിടെ പറയുന്ന വിഷയം ശിർക്കിന്റെ വിവിധ മുഖങ്ങൾ എന്ന്. പല ആളുകളുമായും ഇത് സ്പർശിക്കാൻ സാധ്യതയുണ്ട്, പല മതങ്ങളുമായും ഇത് ബന്ധപ്പെടും. എന്നാൽ ഇത് ബന്ധപ്പെടുത്തുന്നത് സത്യത്തിൽ മുസ്ലിമീങ്ങളുമായി മാത്രമാണെന്ന് സാന്ദർഭികമായി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാ മതങ്ങൾക്കും അവരുടെ അധ്യാപകരുണ്ട്, അവരവർ പഠിപ്പിക്കേണ്ടതാണ്. മറ്റുള്ള കാര്യമൊക്കെ വിശദമായി ഇന്നലെ നാം ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ ഏതെങ്കിലും ഒരു മതത്തെ നോവിക്കണമെന്ന ഉദ്ദേശ്യം ഇല്ല, അതിനു വേണ്ടിയുള്ള ഒരു പ്രവർത്തനവുമല്ല ഇത്. പകരം മനുഷ്യനുമായി അടുപ്പിക്കുന്ന ഒരു സേവനമാണ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായ മുസ്ലിമീങ്ങൾ വളരെ കനപ്പെട്ട ആ യാഥാർത്ഥ്യത്തിൽ നിന്ന് അടുത്ത കാലഘട്ടത്തിൽ അകന്നുകൊണ്ടിരിക്കുന്നു എന്ന ഒരു ചിന്തയാണ് ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന്, ഇങ്ങനെ ഒരു വിഷയത്തെ ഒരു ദിവസത്തെ പ്രഭാഷണമാക്കിയത് എന്ന് ഞാനിവിടെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തും. എന്തിനാ വിഷയാക്കിയത്?
ലാ ഇലാഹ ഇല്ലല്ലയുടെ കനപ്പെട്ട യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മുസ്ലിങ്ങൾ ബഹുദൂരം അകന്നു പോകുന്നുണ്ട്. ആര്? മുസ്ലിങ്ങൾ അകന്നു പോകുന്നുണ്ട്. അപ്പൊ പല ആളുകളെയും അത് ബന്ധപ്പെട്ടാലും, പല പ്രത്യയശാസ്ത്രങ്ങളുമായും അത് ബന്ധപ്പെട്ടാലും ഒന്നും ആരെയും വേദനിപ്പിക്കാനുള്ള മനഃപൂർവ്വമല്ല. എല്ലാ വിഭാഗങ്ങളിലെയും ആളുകളെ നാം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇസ്ലാമിന് അതിൻ്റെതായ ഒരു ചട്ടക്കൂടുണ്ട്. അതെല്ലാ മതങ്ങൾക്കും ഉണ്ടാകുമല്ലോ. ഇസ്ലാം എന്ന അള്ളാഹുവിൻ്റെ പ്രകൃതിയുടെ വരദാനമാണ് ദീനുൽ ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു സ്വീകരിക്കുന്ന മതം ഇസ്ലാമാണെന്ന് വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയാണ് മഹായോഗികൾ ഈ ഭൂമുഖത്ത് വന്നിട്ടുള്ളത്. അതാണ് പ്രവാചകന്മാർ ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞ ഏറ്റവും മഹത്തായ സത്യം. അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ബഹുമാനപ്പെട്ട മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ അതിന്റെ അടിസ്ഥാനപരമായ സിദ്ധാന്തങ്ങളുമായി മുസ്ലിമീങ്ങൾ അകന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. സാന്ദർഭികമായി പലപ്പോഴും ഈ പ്രഭാഷണത്തിൽ ചിലപ്പോൾ മുസ്ലിമീങ്ങളെ തന്നെ നോവിക്കാൻ സാധ്യതയുണ്ട് എന്നുകൂടി ഞാനിവിടെ പറയും. ഞാൻ സത്യത്തിൽ നോവിക്കാൻ ഉദ്ദേശിക്കുന്നത് മുസ്ലിമീങ്ങളെയും തന്നെയാണ്. വൽയകുൻ ഫീഹി മാ യകൂൻ. അതുകൊണ്ട് എന്ത് വന്നാലും വേണ്ടില്ല എന്നിടത്താണ് ഇപ്പോൾ ഞാനുള്ളത്. എല്ലാ കൊല്ലവും ഇങ്ങനെ ഒരു പ്രഭാഷണത്തിന് ആൾ കൂടണം എന്ന നിർബന്ധമൊന്നും എനിക്കില്ല. കൂടിയ ജനങ്ങളോട് സത്യം പറയണം എന്ന ഉദ്ദേശം മാത്രമേ. എല്ലാവർക്കും ഓരോ തലോടൽ കൊടുക്കുന്നതിന് മുമ്പ് ചിലപ്പോഴൊക്കെ അതിനപ്പുറം പ്രഹരം നൽകേണ്ടി വരും. അപ്പൊ മുസ്ലിങ്ങൾ അതിന് അകന്നു പോകുന്നുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലയിൽ മുസ്ലിങ്ങൾ അകന്നു പോകുന്നുണ്ട്, അല്ലാത്തവരല്ല. ഇയാൾ ഇവിടെ പറഞ്ഞത് അവർക്ക് അവരുടേതായ അധ്യാപകരുണ്ട്, അവർ പഠിപ്പിക്കട്ടെ. യുക്തിവാദികൾക്ക് ഓരോ അധ്യാപകരുണ്ടാവും, ഓരോ പഠിപ്പിച്ചോട്ടെ എന്നല്ലാതെ ഇവിടെ മുസ്ലിമീ അതേപോലെ അന്യമതസ്ഥർക്ക് അവരുടെ അധ്യാപകർ അവർ പഠിപ്പിച്ചോട്ടെ. ഇത് മുസ്ലിമീങ്ങളെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി അദ്ദേഹം പറയുന്നു, ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയിലായതുകൊണ്ട്, അന്യമതസ്ഥരുമായി ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സമൂഹത്തിലായതുകൊണ്ട് അവരുടെ ബഖിയ്യത്തു ശിർക്ക് മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നു. ആരിലേക്ക്? മുസ്ലിങ്ങളിലേക്ക് കടന്നു വന്നു. ശ്രദ്ധിക്കൂ, നല്ലോണം ചിന്തിക്കണം. മഴ പെയ്തതിന്റെ പിറ്റേന്ന് രാവിലെ നമുക്കൊക്കെ ഉള്ള ഒരു സുഖക്കടാണ്. തിരുവാതിരന്റെ ആഘോമ്പറവും വിഷുവിന്റെ അല്ലേ അങ്ങനല്ലേ പറയാറില്ലേ? അല്ലേ വിഷുവിന്റെ ആഘോമ്പറവും ഇതൊക്കെ സത്യത്തിൽ ഈ സെക്യുലർ സൊസൈറ്റിയിൽ വന്നു പോയത് ശിർക്കിന്റെ അഹലുകാരുമായി കൂടി താമസിച്ചപ്പോ ബഖിയ്യത്തു ശിർക്ക് നമ്മളിലേക്ക് കടന്നു വന്നതാണ്. ആ ശിർക്ക് നമ്മളിലേക്ക് കേറി വന്നു. ആരിലേക്ക്? നമ്മിലേക്ക്. ബഖിയ്യത്തു ശിർക്ക് നമ്മിലേക്ക്. ആരായി നമ്മൾ? യുക്തിവാദികളാണോ? അന്യമതസ്ഥരാണോ? മുർത്തദ്ദീങ്ങളെ സംബന്ധിച്ചാണോ? നമ്മിലേക്ക് കടന്നു വന്നു, മുസ്ലിം സമൂഹത്തിലേക്ക് കടന്നു വന്നു. അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നവരിലേക്ക് കടന്നു വന്നു. അല്ലേ? ആ നിലക്ക് മുസ്ലിങ്ങളായ ആളുകളിലേക്ക് കടന്നു വന്നു എന്നാണ് ഖാസിം പറഞ്ഞത്. നിങ്ങൾ ചിന്തിക്കണം. ഒരു മിംഗ്ലിംഗ് സൊസൈറ്റിയുടെ മധ്യത്തിൽ ജീവിച്ചു. നിങ്ങൾ വളരെ പ്രധാനമായ ഒരു കാര്യം അങ്ങനെയാണല്ലോ കാര്യം. എന്നിട്ട് ഇയാൾ പറഞ്ഞത് അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുക. നമ്മുടെ സഖാഫി ചെയ്തത് ദുർവ്യാഖ്യാനം അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, അതാണ് വിഷയം. നമ്മൾ ആരെയും മുശ്രിക്കാൻ പറഞ്ഞല്ലോ, മുശ്രിക്കാക്കുക എന്നുള്ളതോ ഇന്നാള് മുശ്രിക്ക് എന്ന് പറയാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നിലപാടല്ല. ഇത് നാം വ്യക്തമായി ആവർത്തിച്ച് പറയുന്നു. പിന്നെ സഹോദരങ്ങളെ, മുജാഹിദ് ബാലുശ്ശേരി പറഞ്ഞു, ഹജ്ജിന് പോകുന്ന ആൾക്കാരിൽ കുറച്ച് ആൾക്കാർ മാത്രമേ തൗഹീദുള്ളവരുള്ളൂ, ശിർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് പറഞ്ഞു, ഞാൻ പറഞ്ഞു. എന്നിട്ട് അതുകൊണ്ട് അവിടെ മിനായിൽ ദുരന്തം ഉണ്ടായി എന്നൊക്കെ അദ്ദേഹത്തിന്റെ ഒരു വിശകലനം അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷേ സഹോദരങ്ങളെ, ഞാൻ കഴിഞ്ഞവണ കേൾപ്പിച്ചു അയ്യൂബ് ഖാൻ സഅദി എന്ന് പറയുന്ന മുസ്ലിയാരുടെ സംസാരം. എന്താ അയാൾ പറയാണ്? മിനായിൽ ദുരന്തം ഉണ്ടായില്ലേ, അതെന്തുകൊണ്ടാ? മനുഷ്യന്മാരൊക്കെ പിഴച്ചു പോയതുകൊണ്ടാ. മനുഷ്യന്മാർ വടക്കായതുകൊണ്ടാണ് എന്ന് അയാൾ പറഞ്ഞു. അതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? അതുകൊണ്ടാണ് മിനാ ദുരന്തമുണ്ടായത് എന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? അലവി സഖാഫി ഉണ്ടെങ്കിൽ നിങ്ങൾ പറയണം. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചാണ്, നിങ്ങൾ ഇപ്രാവശ്യം പറയണം. ഇനിയോ സഹോദരങ്ങളെ, ഞാൻ എന്ന് പറഞ്ഞിരുന്നു, അവിടെ വരുന്ന എല്ലാ ആൾക്കാരും തൗഹീദ് നമ്മൾ പരിശോധിക്കുകയാണ്. ഇപ്പൊ ഷിയാക്കൾ അവിടെ വരുന്നുണ്ട്, ഓരോ തൗഹീദ് ക്ലിയർ ആണോ എന്ന് ഞാൻ ചോദിച്ചു. ആ മുസ്ലിയാര്
ഈ അയ്യൂബ് ഖാൻ സാഹിദിന്റെ വർത്താനല്ല, ഇതിൽ മൂപ്പർക്ക് പിടിക്കാൻ കഴിയുന്ന ഒരു ധാരണ എന്തോ ഉള്ളോണ്ടേക്കും മൂപ്പര് തൊട്ട് നോക്കി. അത് കേൾക്കാം. മൂപ്പര് പറയാണ് ഷിയാക്കൾ വരുന്നില്ലേ എന്നാ ചോദിച്ചത്. ഷിയാക്കൾ അബൂജഹലിനെ പോലത്തെ മുശ്രിക്കുകളാണോ, ആ വാദങ്ങൾക്ക് ഉണ്ടോ എന്നാ ചോദിക്കണത്. ശേഷം അതിന് മറുപടി മൂപ്പരെന്നെ പറയും. ആദ്യം മൂപ്പര് ചോദിക്കണേ കേട്ടാളി. നിങ്ങൾ പറയൂ, അവിടെ ഹജ്ജിന് വരുന്നവരിൽ ഷിയാക്കളില്ലേ? ആ ഷിയാക്കളുടെ വിശ്വാസം ക്ലിയർ ആണോ? എന്താണ് ഷിയാക്കളുടെ വിശ്വാസം ക്ലിയർ ആണോ? അപ്പൊ അതാ ബാലുശ്ശേരി പറഞ്ഞത് എന്നാണ് അദ്ദേഹം വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. ബാലുശ്ശേരി പറഞ്ഞത് നിങ്ങൾ കേട്ടോളൂ. ഷിയാക്കളെ കുറിച്ചല്ല, ഷിയാക്കൾ മുശ്രിക്കാണ് എന്ന വിശ്വാസം മുജാഹിദുകൾക്കുണ്ടോ? അതിന് അതൊന്നും തുറന്നു പറയട്ടെ. മുനീർ മോഹൻ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അയാൾക്ക് മേലെന്ന് കിട്ടിയ ഷീട്ട് അനുസരിച്ച് പറഞ്ഞതായിരിക്കും. ഷിയാക്കളെ കുറിച്ച് ഇസ്ലാമിന്റെ വിശ്വാസം അവർ അബൂജഹലിനെ പോലെ മക്കയിലെ മുശ്രിക്കുകളെ പോലെ മുശ്രിക്കുകളാണ് എന്നാണോ? അത് പറയാൻ മുജാഹിദുകൾക്ക് കഴിഞ്ഞോ? അതൊന്ന് പറയട്ടെ സഹോദരൻ. അതിന് ഞങ്ങൾ വേണ്ട, അത് പറയാൻ അലവി സക്കാഫി ഞങ്ങൾ വേണ്ട. നിങ്ങൾ തന്നെ മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്താ ചോദിച്ചറിയോ? ഷിയാക്കളുടെ തൗഹീദ് ക്ലിയർ ആണ് വാദം ഞങ്ങൾക്കുണ്ടോ? ഷിയാക്കളുടെ തൗഹീദ് ക്ലിയർ ആണ് വാദം നമുക്കുണ്ടോ? എന്തിനാ നമ്മോട് പറഞ്ഞത് എന്ന് പറഞ്ഞാ ആ വാദം നമുക്ക് ഇല്ല എന്നല്ലേ? കേൾക്കുങ്ങള് ഷിയാക്കളെ തൗഹീദ് ക്ലിയർ ആണോ? ഇതിന്റെ മറുപടി അപ്പൊ ഇവിടെ വന്ന് പറഞ്ഞതാ. ഷിയാക്കളെ തൗഹീദ് ക്ലിയർ ആണോ? എന്താ മറുപടി? നല്ല മറുപടിയാ. ഷിയാക്കളുടെ തൗഹീദ് ശരിയാണോ, ക്ലിയർ ആണോ എന്ന് ചോദിച്ചാൽ സഹോദരന്മാരെ ഈ പറഞ്ഞതിന് മറുപടിയാകുമോ? അത് ഷിയാക്കളുടെ തൗഹീദ് ക്ലിയർ ആണെന്നോ, അവർ ശുദ്ധന്മാരാണെന്നോ സുന്നികളായ നമുക്ക് വാദമുണ്ടോ? ക്ലിയർ ആണെന്ന വാദം സുന്നിയക്കുണ്ടോ? എന്താ അതിനർത്ഥം? ഉണ്ടെന്നോ ഇല്ലാന്നോ? ആലോചിച്ച് നോക്ക്. അപ്പൊ അതിന് ഞങ്ങൾ വേണ്ട, നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മറുപടി പറഞ്ഞു അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, ഈ നിലക്കാണ് കാര്യങ്ങളുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഇതാ ഇന്നത് ശിർക്കാണ്, ഇന്നത് തെറ്റാണ്, അത് ചെയ്യാൻ പാടില്ല, പരലോകത്തെത്തിയാൽ കനത്ത ശിക്ഷയാണ് അതിന് വരാനുള്ളത് എന്ന് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഈ നാട്ടിലെ മനുഷ്യന്മാർക്ക് അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറയുക എന്ന ഉത്തരവാദിത്തമാണ് ഞങ്ങൾക്കുള്ളത് എന്ന് ഒന്നുകൂടെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെയും പറയും കാഫിറാക്കുന്നു, കാഫിറാക്കുന്നു. സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഉള്ളാൾ തങ്ങളുടെ ക്ലിപ്പ് ഇവിടെ കേൾപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടോ അതിന് മുമ്പ് പറഞ്ഞ നല്ല രസകരമായ മറുപടി. അതില് മുമ്പ് പറഞ്ഞ ഒരു മറുപടി എന്താണെന്നറിയോ? മുമ്പ് പറയണം അത് ഉള്ളാൾ തങ്ങൾ പറഞ്ഞല്ല, CM പറഞ്ഞ ഇങ്ങോട്ട് ആവർത്തിക്കാണ്, ഉദ്ധരിക്കാണ് ചെയ്തത്. അപ്പൊ ആരാ ആക്കിയെന്നുള്ളതിലെ തർക്കമുള്ളൂ. ഇപ്പൊ ഇവിടെ മുമ്പ് പറഞ്ഞത് അങ്ങനെ വാദം ഉള്ളാൾ തങ്ങൾക്കില്ല, അയാളിന്ന് ജീവിച്ചിരിക്കുന്ന ആളല്ലേ, ചോദിച്ചൂടെ എന്നൊക്കെയാണ്. എന്നാൽ ഇൻഷാ അല്ലാഹ് ഞാൻ ശേഷം അതിലും ഗംഭീരമായ ക്ലിപ്പ് നിങ്ങളെ കാണിക്കുന്നുണ്ട്, കേൾക്കാം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ്. സഹോദരങ്ങളെ, അപ്പോ ഇതിൽ ഇയാൾ പറയുന്നത്, അലവി സഖാഫി പറയുന്നത്, ഈ CM പറഞ്ഞത് അങ്ങ് ഉദ്ധരിക്കുക മാത്രമാണ് ഉള്ളാൾ തങ്ങൾ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് ശ്രദ്ധിക്കൂ. ഉള്ളാൾ തങ്ങൾ പറഞ്ഞ ഒരു വാക്ക്, ആ വാക്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം പിന്നീട് ഇവിടെ കുളം കലക്കാൻ ശ്രമിക്കുന്നത്. അതെന്താണ് അദ്ദേഹം പറയുന്നത്? ഉള്ളാൾ തങ്ങൾ ശംസുൽ ഉലമയെ കാഫിറാക്കാൻ വേണ്ടി അത് കഫറ എന്ന് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ പറഞ്ഞുപോയി എന്ന. അപ്പൊ നിങ്ങളും കാഫിറാക്കുന്നുണ്ട്. ഞാൻ ചോദിച്ചോട്ടെ, ഈ ഉള്ളാൾ തങ്ങൾ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, ഉള്ളാൾ തങ്ങൾ പാപ്പയോടൊന്ന് ചോദിച്ചു നോക്കുക, അല്ല നിങ്ങളുടെ ഉസ്താദി ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാർ കാഫിറാണ് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ, വാദമുണ്ടോ? ഇല്ലല്ലോ സഹോദരന്മാരെ. ബഹുമാനപ്പെട്ട ആദരണീയരായ തങ്ങൾ അത് പല തവണ പറഞ്ഞില്ലേ? എന്നെ കുറിച്ച് അങ്ങനെ പറയുന്നുണ്ട്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല, എനിക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിയാം. ബഹുമാനപ്പെട്ട സയ്യിദ് മടവൂർ CM വലിയുള്ളാഹി പറഞ്ഞ ഒരു പദം ഉദ്ധരിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ബഹുമാനപ്പെട്ട EK ഉസ്താദ് അപ്പോ CM പറഞ്ഞത് ഉദ്ധരിക്കുക മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പൊ CM ഏതായാലും കഫറാന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്ന്. ഇനി അത് അയാൾ ഒന്നുകൂടെ ആവർത്തിക്കുന്നുണ്ട്, ശേഷം നമുക്ക് വേറൊന്ന് വിശദമായിട്ട് കാണാനുണ്ട്. ബഹുമാനപ്പെട്ട മടവൂരിന്റെ അരികിൽ ഉള്ളാൾ തങ്ങൾ ചെന്നപ്പോ, പ്രതിസന്ധി ഘട്ടത്തിൽ ചെന്നപ്പോ പറഞ്ഞു, അന്ത അലൽ ഹഖ്, നിങ്ങൾ ഹഖിന്റെ മേലിലാണ്, തങ്ങളെ അവിടെ ഉറച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ അപ്പുറത്തുള്ളത് എന്റെ ഉസ്താദല്ലേ എന്ന് ചോദിച്ചപ്പോൾ വീണ്ടും പറഞ്ഞു, അന്ത അലൽ ഹഖ്, തങ്ങളെ നിങ്ങൾ ഹഖിന്റെ മുകളിലാണ്, നിങ്ങൾ അവിടെ ഉറച്ചു നിൽക്കണം. മൂന്നാമതും പറഞ്ഞപ്പോ അപ്പോഴും ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ എന്റെ ഉസ്താദല്ലേ അപ്പുറത്തുള്ളത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബഹുമാനപ്പെട്ട മടവൂർ ശൈഖ് പറഞ്ഞു, കഫറ എന്ന് പറഞ്ഞു. ഉള്ളാൾ തങ്ങൾ തന്നെ പറയട്ടെ, നിങ്ങൾ കേട്ടോളൂ.
ഇതുകൊണ്ട് ഉള്ളാൾ തങ്ങൾക്ക് ഈ ഉസ്താദ് കാഫിറാണെന്നോ കാഫിറായി പ്രഖ്യാപിച്ചു എന്നോ വാദമില്ല, പറഞ്ഞിട്ടില്ല, ഇതുവരെ പറഞ്ഞിട്ടില്ല, ഈ പറയുകയുമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് വെച്ചുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പുകമറ സൃഷ്ടിക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോവുകയില്ല. തങ്ങൾ മടവൂർ ശൈഖ് പറഞ്ഞത് ഉദ്ധരിക്കുക മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് ഇദ്ദേഹം മുശ്രിക്കാണ് കാഫിറാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല, വിശ്വസിച്ചിട്ടുമില്ല. അപ്പോ മടവൂർ ചെയ്തത് CM പറഞ്ഞ ഉദ്ധരിക്കുക മാത്രമാണ്. ചോദിക്കട്ടെ, എങ്കിൽ അങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു ഉദ്ധരിച്ചു? അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം എന്താണ്? ആ കഫറ എന്ന് CM ആണ് പറഞ്ഞത് എന്ന് വെക്കുക. എങ്കിൽ അത് ഈ ഉള്ളാൾ തങ്ങളെ ഉദ്ധരിച്ചതിന്റെ പിന്നിലുള്ള ലക്ഷ്യം എന്ത്? ഒന്ന്. ഇനി ഉപര് പറയുന്നത് നമുക്ക് വിശദമായി കേൾക്കാം. ഉപര് പറയുന്നത് അത് ഈ കഫറ എന്ന് പറഞ്ഞ നിങ്ങൾ ഈ പറയുന്ന കഫറ എന്നല്ല, നിങ്ങൾ ഈ പറയുന്ന കഫറ എന്നല്ല, അതിന്റെ അർത്ഥം അത് വേറെ കഫറയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ന്യായീകരിക്കുന്നു. അതും ശ്രദ്ധിക്കൂ. തെളിവ് കണ്ടില്ലേ? കണ്ടോ, ഇവർ കാഫിറാക്കുന്നത് കണ്ടോ എന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ പറഞ്ഞ പദം പറഞ്ഞല്ലോ ഉള്ളാട്ടങ്ങൾ, ഞാൻ പറഞ്ഞതല്ല, മടവൂർ ശൈഖ് പറഞ്ഞതാണ്. അതിന്റെ ഉദ്ദേശം കഫറ എന്ന് പറഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി എന്നല്ല, അതിന് പല അർത്ഥങ്ങളും ഉണ്ട് എന്ന് തങ്ങൾ തന്നെ പറഞ്ഞത് കേട്ടില്ലേ? അപ്പോ കഫറക്ക് പല അർത്ഥമുണ്ട്. ഇപ്പൊ മുസ്ലിയാക്കന്മാർ ഒരു ന്യായീകരണതാ, എന്തും ന്യായീകരിക്കുമല്ലോ, ഒരു ന്യായീകരണം. കഫറക്ക് വേറെ പല അർത്ഥമുണ്ട്. എന്നാൽ എന്താണ് കഫറയുടെ അർത്ഥം അവിടെ വന്നത് എന്ന് ഞങ്ങൾ പറയുന്നില്ല. നാട്ടിക മൂസ മുസ്ലിയാർ എന്താണ് പറഞ്ഞതെന്നും അതുമായി ബന്ധപ്പെട്ട വിശദീകരണം എന്താണ് എന്നും അത് നിങ്ങൾ മറുവിഭാഗം ഇറക്കിയ ഒരു ഡോക്യുമെന്റിൽ നിന്ന് ശ്രദ്ധിക്കാൻ പോവുകയാണ്. ഒരു കാര്യം ഉണർത്തട്ടെ, എന്തിനാ അവരെ ക്ലിപ്പിടുന്നത്? നിങ്ങൾ ഇതിന് അബ്ദുസലാം സുല്ലംബിന് ഞങ്ങൾക്കെതിരിട്ടത് അതൊക്കെ ഇടുമ്പോ ആലോചിക്കണം. ഇൻഷാ അല്ലാഹ് ആ ജാതി കുറെ കാണാനുമുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക, എന്താണ് അവിടെ കഫറയുടെ ഉദ്ദേശമെന്ന് നാട്ടിക മൂസ മുസ്ലിയാരുടെ ക്ലിപ്പടക്കം സംസാര ഭാഗം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതാ അവരിറക്കിയ ഡോക്യുമെന്ററി ശ്രദ്ധിക്കൂ. താങ്കൾക്കും അനുയായികൾക്കും മഹാന്മാരായവരൊക്കെ വഹാബികളും മതത്തിൽ നിന്ന് പുറത്തു പോയവരുമാണ്. നിങ്ങളുടെ പ്രസിഡന്റ് കുഞ്ഞിക്കോയ തങ്ങൾ ഷെയ്ഖുന ശംസുൽ ഉലമായെ കാഫിറാക്കി. വീണ്ടും വീണ്ടും അതാവർത്തിച്ചപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി അബദ്ധവശാൽ പറഞ്ഞതല്ലെന്ന്. അതുകൊണ്ട് ഞാൻ നിങ്ങൾ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളൂ. അപ്പറം നമ്മളെ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കിന്റെ മേൽ അടിയുറച്ചു നിന്നോളണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ മുസ്ലിം ലോകം ഞെട്ടിത്തെറിച്ചുപോയി. ഉറപ്പില്ലാതെ വിശദീകരണം പലതും നടത്തി. കഫറക്ക് പല അർത്ഥമുണ്ട്, അതെനിക്കും അറിയാം. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളത്തം ഞാൻ ഒഴുകിപ്പോന്ന് വിചാരിച്ചെല്ലാവരും. പ്രസിഡന്റിനോ അവർക്ക് വല്ല കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? അതിന് ഉപഹാരമായി താജുൽ ഉലമ പട്ടം ഉള്ളാൾ തങ്ങൾക്ക് നിങ്ങൾ നൽകി. എന്നാലും തങ്ങളെ നാട്ടിക ഉസ്താദിന്റെ വാക്കുകൾക്ക് മറുപടി നൽകാൻ ഇപ്പോഴും നിങ്ങൾക്കായിട്ടില്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, മൂപ്പര് ഹക്കിന്റെ മേലാണ്. അത് ഉള്ളാൾ തങ്ങൾ ഹക്കിന്റെ മേലാണ്. ശംസുൽ ഉലമയോ പിഴച്ചുപോയി വഖദ് കഫറ, പിഴച്ചുപോയി ലല്ല എന്ന് പറയുകയും അതിനോട് മഅ്തൂഫായി വഖദ് കഫറ എന്ന് പറയുകയും ചെയ്താൽ ലല്ലയുടെ ശേഷം പറഞ്ഞ കഫറയുടെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, എന്താണ്? മാത്രമല്ല അദ്ദേഹം ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞു. ഹക്കിന്റെ മേലാണെന്ന് പറഞ്ഞ ശേഷം പറയുന്ന കുഫറിന്റെ അർത്ഥം എന്താണ്? പൊന്നു തങ്ങളെ, ഹക്കിന്റെ എതിരിൽ പറയുമ്പോൾ ഇതിന്റെ തിക്തഫലം എന്താണെന്ന് നിങ്ങൾ മറന്നുപോയോ തങ്ങളെ? ഞങ്ങളല്ല, നിങ്ങളുടെ തന്നെ പൊന്മളക്കാരൻ അനുയായി നിങ്ങൾക്കത് പഠിപ്പിച്ചു തരുന്നു, കേട്ടോളൂ. ഈ പൊന്മുളക്കാരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അലവി സഖാഫിക്ക് ചീട്ട് കൊടുക്കുന്ന ആള്, പരിചയപ്പെടണല്ലോ, അയാളാണ്. ഉലമാവിനെ നിന്ദിക്കുക, അവരെ അനാദരിക്കുക എന്ന് പറയുന്നത്
സ്വന്തം മാതാപിതാക്കളെ വെറുപ്പിക്കുന്നതിനേക്കാൾ അപകടമാകുന്നു. കാരണം എന്താണ് വ്യത്യാസം? ഇവർക്ക് തൗബക്കുള്ള തൗഫീക്ക് വരെ ഇല്ലാതെയായി പോകും. മാതാപിതാക്കളെ വെറുപ്പിക്കുന്നത് വലിയ കുറ്റമാണെങ്കിലും തൗബക്കുള്ള അവസ്ഥയും ചാൻസും പാടെ ഇല്ലാതെയായി പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഇബ്നു അബ്ദുസ്സലാം റഹ്മഹുല്ലാ പറയുന്നു, എന്നാൽ അതുപോലെയല്ല ഉലമാഇനെ, വിശിഷ്യ അസാത്തിദത്ത് ഉസ്താദുമാരെ നിന്ദിക്കലും അനാദരിക്കലും അതിന്റെ തിക്തഫലം സൂഉൽ ഖാത്തിമയല്ലാതെ മറ്റൊന്നുമല്ല. അപ്പൊ ഇതാണ് കഥ. അപ്പൊ ആ കഫറിന്റെ അർത്ഥം എന്ത്? ഞങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെയാണ്, നിങ്ങളുടെ ആ അപ്പുറത്തുള്ള സുന്നികൾ ആണ് പറഞ്ഞത്, അവരാണ് വിശദീകരിച്ചത്. എന്തിനു ഓല് പറഞ്ഞിട്ടു? നിങ്ങൾ എന്തിനാ സലാം സ്വല്ലം എഴുതിയതും പ്രസംഗിച്ചു ഞങ്ങൾക്കെതിരിട്ടത്? അത് ഇടുമ്പോ ആലോചിക്കണ്ടേ? ഈ ജാതി ഇപ്പുറത്ത് ഇടാണ്ടാവുന്നുള്ളത്. അപ്പൊ ഏതായിരുന്നാലും ആ കഫറയുടെ മാന എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഇവിടെ സിറാജ് വായിച്ചിരുന്നു, കാഫിറാക്കുന്നുവെങ്കിൽ ഞങ്ങളല്ല മുർത്തദ്ദും കാഫിറുമെന്ന് KV മുഹമ്മദ് മുസ്ലിയാർ കൂറ്റനാടിനെ സംബന്ധിച്ച് നിങ്ങളുടെ സിറാജിലാണ് എഴുതിയിട്ടുള്ളത് എന്ന് കഴിഞ്ഞവിടെ ഞാൻ വായിച്ചിരുന്നു. അപ്പൊ ഒരു മറുപടി എന്താ നിങ്ങൾക്ക് കേൾക്കാം. മൂപ്പര് പറയാണ് അതൊരു രാഷ്ട്രീയ കാര്യ ലേഖകൻ എഴുതിയതാണ് ഒന്ന്. പിന്നെ മൂപ്പര് പറയാണ് അങ്ങനെ ഫത്വ കൊടുത്തിട്ടുണ്ട് എന്നാണല്ലോ പറഞ്ഞത്, എങ്കിൽ ആ ഫത്വ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുമോ? പിന്നെ ദിനപത്രത്തിൽ അങ്ങനെ വേറെയും കുറെ വരും, അതൊക്കെ ഇങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റുമോ എന്നാണ്. സഹോദരങ്ങളെ, നമുക്ക് പരിശോധിക്കാം. അതേ ലേഖനത്തിന്റെ മറ്റു ഭാഗങ്ങൾ പരിശോധിച്ചാൽ കാര്യങ്ങൾ ബോധ്യമാകും. നിങ്ങൾ ശ്രദ്ധിക്കുക, ഇയാൾ അതിനെ ന്യായീകരിക്കുന്ന ഭാഗം. സിറാജ് പത്രത്തിൽ സഹോദരന്മാരെ ഏതോ ഒരാൾ എന്ന് ഞാൻ പറയുന്നത് ബോധപൂർവമാണ്, രാഷ്ട്രീയ കാര്യ ലേഖകൻ എന്ന പേരിലാണ്. രാഷ്ട്രീയ കാര്യ ലേഖകൻ സിറാജ് പത്രത്തിൽ ആരെല്ലാം ഏതെല്ലാം ആളുകൾ ലേഖനം എഴുതുന്നുണ്ട്. അതിലൊരു പരാമർശമുണ്ട്. എന്താണ്? E.K. അബൂബക്കർ മുസ്ലിയാർ KV മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് മുർത്തദ്ദും കാഫിറുമാണ് എന്ന് ഫത്വ ഇറക്കി എന്ന് പറയുന്ന ഒരു ഭാഗം സിറാജ് പത്രത്തിൽ നിന്ന് ഇയാൾ വായിക്കുകയാണ്. നിങ്ങൾ ചിന്തിക്കണം, KV മുഹമ്മദ് മുസ്ലിയാർ കാഫിറാണെന്നോ മുർത്തദ്ദാണെന്നോ ശംസുൽ ഉലമ പറഞ്ഞിട്ടുണ്ടോ? ഫത്വ ഇറക്കിയിട്ടുണ്ടോ? ഇറക്കിയിട്ടില്ല. മഞ്ചേശ്വരം സംവാദത്തിൽ പറഞ്ഞതാണ്. അന്ന് ഞങ്ങൾ ചോദിച്ചു, എന്നാ ഫത്വ ഒന്ന് കാണിച്ചു തരൂ. ഫത്വ കാണിച്ചു തരാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെയോ ഏതോ ഒരാൾക്ക് എന്തോ തെറ്റിദ്ധരിച്ച് എഴുതിയിട്ടില്ലാതെ ഞങ്ങൾ പറയുന്നില്ല, നിഷേധിക്കുന്നില്ല. ഖുർആൻ പരിഭാഷയുടെ വിഷയത്തിൽ KV മുഹമ്മദ് മുസ്ലിയാരും E.K. അബൂബക്കർ മുസ്ലിയാരും തമ്മിൽ വലിയ തർക്കമുണ്ടായിട്ടുണ്ട്. രണ്ടുപേരും മരണപ്പെട്ടു പോയി. അള്ളാഹു അവരുടെ ഖബറിടം വെളിച്ചമാക്കുമാറാവട്ടെ. അതിൽ വലിയ തർക്കങ്ങൾ, മസല തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് KV കാഫിറാണ്, മുർത്തദ്ദാണ് എന്ന് E.K. ഫത്വ കൊടുത്തിട്ടില്ലേ ഇല്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയുമല്ല. അങ്ങനത്തെ ഒരു ഫത്വ ഇതുവരെ കാണിക്കാൻ മുജാഹിദുകൾക്ക് കഴിഞ്ഞിട്ടില്ല. ഈ മലയാള പത്രത്തിൽ രാഷ്ട്രീയ കാര്യ ലേഖകൻ എന്ന പേരിൽ ഏതോ ഒരാൾ എഴുതിയതാണ്, പണ്ഡിതന്മാർ എഴുതിയതല്ല, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഔദ്യോഗിക വക്താക്കൾ എഴുതിയതല്ല. സിറാജ് പത്രത്തിൽ ആരെല്ലാം, സിറാജി എന്നല്ല ദിനപത്രത്തിൽ ആരെല്ലാം ഏതെല്ലാം ലേഖനങ്ങൾ എഴുതും. അതൊക്കെ സുന്നികൾക്ക് ബാധകമാണെന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ എന്തു വിഡ്ഢിത്തമാണ് ഈ പറയുന്നത്? അപ്പോ മൂപ്പരതിനെ ന്യായീകരിക്കാൻ എന്താ മൂപ്പർ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, ഒരു രാഷ്ട്രീയ കാര്യ ലേഖകൻ ഏതോ ഒരാളെന്ന് ബോധപൂർവം പറഞ്ഞു എന്നാ. ചോദിക്കട്ടെ, ഇത് പറഞ്ഞ് സമസ്തയുടെ ഫത്വ കൈകാര്യം ചെയ്തുകൊണ്ടാണ്. അത് മറക്കരുത്, ഇതിന്റെ വാചകം മറക്കണ്ട. എന്താണ്? ഖുർആൻ പരിഭാഷ തികച്ചും അബദ്ധജടിലവും തോന്നിവാസവുമാണെന്നും അത് എഴുതിയുണ്ടാക്കിയ വകയിൽ കൂറ്റനാട് മുസ്ലിയാർ മുർത്തദ്ദും കാഫിറുമായിട്ടുണ്ടെന്നും അന്ന് സമസ്ത സെക്രട്ടറി ഫത്വ ഉറപ്പിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. സമസ്ത സെക്രട്ടറിയുടെ ഫത്വ. അപ്പൊ സമസ്തയുടെ കാര്യം കൈയാളുന്ന ആ രാഷ്ട്രീയകാര്യ ലേഖകൻ ആര്? ആ സുന്നിയുടെ പേരൊന്ന് പറയാൻ സഖാഫി നിങ്ങൾ കാണിച്ചോമുണ്ടോ? ഈ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന് പറയുന്ന സുന്നിയില്ലേ, ഇയാള് സുന്നിയല്ല, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയകാര്യ ലേഖകൻ എന്ന് പറയുന്ന ആള് സുന്നിയല്ല എന്ന വാദം നിങ്ങൾക്കുണ്ടോ?
നിങ്ങളുടെ സമസ്ത കൈകാര്യം ചെയ്ത ആളല്ലേ, സമസ്തയുടെ ഫത്വകളും മറ്റും കൈകാര്യം ചെയ്ത ആളല്ലേ. എന്നിട്ട് മൂപ്പര് നമ്മളോട് ചോദിച്ചു മഞ്ചേശ്വരത്ത് വെച്ചിട്ട് എന്ത് ആ ഫത്വ കാണിക്കാമോ? ഞങ്ങളല്ല കാണിക്കേണ്ടത്, അതിന്റെ ആവശ്യവും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കിതാ ഈ സിറാജ് മതി, ഈ സിറാജ് മതി. ഇതിന്റെ മുമ്പിൽ പേരോട് അന്തം വിട്ടുപോയത് ആ രംഗം കണ്ടവരൊക്കെ അവിടെ മനസ്സിൽ ഇപ്പോഴും ഉണ്ടാകും. മറക്കണ്ട നിങ്ങള്. എന്നിട്ടോ ഞങ്ങള് ഫത്വ കാണിക്കണോ? അതിന്റെ ആവശ്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഇത് എഴുതിയ സുന്നിയോട് ചോദിക്കും നിങ്ങള്. അതുകൊണ്ട് തള്ളാൻ നിങ്ങൾക്ക് സാധ്യമല്ല. പണ്ഡിതന്മാരല്ല എങ്കിൽ ആളെ പേരൊന്ന് പറയൂ. അന്ന് എഴുതിയ ഈ ലേഖനം എഴുതിയ രാഷ്ട്രീയക്കാര് ലേഖകൻ ആള് ആര്? നിങ്ങളൊന്ന് പറയണം, വിശദീകരിക്കണം. ഇനി സഹോദരങ്ങളെ, ഇതിൽ പറയുന്ന സമസ്തയുമായി ബന്ധപ്പെട്ട സമസ്തയുടെ കാര്യം കൈയാളുന്ന ലേഖനമാണിത്. കേട്ടോളൂ. മുസ്ലിങ്ങളുടെ സമ്മതിദാനം 6ാമത്തെ ലേഖനമാണ്. 6ാമത്തെ ലേഖനമാ. ഇതിന് മുമ്പ് 5 ഉണ്ടാകും, ശേഷം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതും ഉണ്ടാവും അല്ലേ? അതൊക്കെ നെടുവർ പറഞ്ഞത് സിറാജ് എന്ന് പറഞ്ഞ പത്രം, എല്ലാ പത്രത്തിലും എന്തൊക്കെ ഉണ്ടാവും അതല്ല മുസ്ലിയാരെ ഇത്. പത്രത്തിൽ വന്ന റിപ്പോർട്ടല്ല ഇത്, അതേപോലെ തന്നെ ആ നിലക്കുള്ള കാര്യമല്ല ഇത്. ഇതിതാ ലേഖനമായി കൊടുത്തിരിക്കുകയാണ്, ഖണ്ഡശ കൊടുത്തിരിക്കുകയാണ് എന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇതിൽ തന്നെ പറയുന്നത് കേട്ടോളൂ. മുസ്ലിം സമുദായത്തിന് ഇതിങ്ങനെ പറഞ്ഞിട്ട് എന്താണ് സമസ്ത എന്നുള്ള പറയാൻ. നമുക്ക് സമസ്തയുടെ നിയമാവലി ഒന്ന് പരിശോധിക്കാം. സമസ്തയുടെ നിയമാവലി കിട്ടാക്കനിയൊന്നുമല്ല. സമസ്തയുടെ നിയമാവലി പരിശോധിക്കാൻ ആധികാരികതയുള്ള ഈ ലേഖകൻ ആര്? അറിയില്ലേ? പറയണങ്ങൾ. എന്നിട്ട് പറയാൻ ഇയാൾ പറയുന്നു ഈ കിട്ടാക്കനിയൊന്നുമല്ല, ചുരുങ്ങിയത് 30,000 പേരുടെ കയ്യിലെങ്കിലും അതിപ്പോൾ കാണും. എറണാകുളം സമ്മേളനത്തോടനുബന്ധിച്ച് പ്രസിദ്ധപ്പെടുത്തിയ സോവനീറിൽ അത് പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമസ്തന്റെ കാര്യം കൈയാളുന്നു. ഇനി കേൾക്കണോ? സമസ്ത 6 പതിറ്റാണ്ടുകളായി ഇവിടെ ഊന്നി പ്രവർത്തിക്കുന്നത് 1ാമത്തെയും 2ാമത്തെയും ഉദ്ദേശം സാക്ഷാത്കരിക്കാനാണ്. അതായത് യഥാർത്ഥ മുസ്ലിങ്ങളെ ഉണ്ടാക്കിയെടുക്കാനാണ്. പരലോകത്ത് ഗുണം കിട്ടേണ്ട കാര്യത്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന് വ്യക്തം. 3ാമത്തേത് പരലോകത്തല്ല, ഇവിടെ തന്നെ ലഭിക്കേണ്ടതാണെന്ന് കേവി തന്നെ പറഞ്ഞല്ലോ. എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമസ്തയുടെ ലക്ഷ്യങ്ങളും അതിന്റെ നിയമാവലിയും അതിന്റെ ഭരണഘടനയും ഒക്കെ വെച്ചുകൊണ്ടാണ് ഈ ലേഖനത്തിൽ വിശദീകരിക്കുന്നതെന്ന് ഇനിയെങ്കിലും ഈ നാട്ടുകാരെ മനസ്സിലാക്കണം. അതുകൊണ്ട് അബദ്ധമാണെങ്കിൽ അബദ്ധമാണെന്ന് തുറന്ന് പറയുക. അപ്പൊ ഇവർ പറയാണ് നമുക്കതിനോട് യോജിപ്പില്ല. ശരി, ആ പരസ്പരം കാഫിറാക്കിക്കൊണ്ടുള്ള കാര്യങ്ങള് സിറാജിൽ പ്രസിദ്ധപ്പെടുത്തിയതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? എന്ത് പറയാണ്ട്? അതും കൂടെ തുറന്നു പറയണം. കാഫിറാക്കിയാലോ, ഒരാൾ കാഫിർ അല്ലെങ്കിൽ ആ പറഞ്ഞ ആളെ, ആരെ കാഫിറല്ലാത്ത ആളെ കാഫിർ എന്ന് വിളിച്ചാല് പറഞ്ഞ ആളല്ലേ കാഫിറാവുക അല്ലേ? അപ്പൊ സഹോദരങ്ങളെ, അതിലും നിങ്ങളുടെ നിലപാട് നിങ്ങൾ വിശദീകരിക്കേണ്ടതുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ഏറ്റവും പ്രധാനമായ വിഷയം അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പറ്റുമോ ഇല്ലേ അല്ലേ? ഇതല്ലേ നമ്മുടെ പ്രധാനമായ ചർച്ച. ഞങ്ങൾ പറയുന്നു അല്ലാഹുവല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാൻ ഒരു രേഖയും ഇല്ല. അത് ഞാൻ പറഞ്ഞു. അല്ലാഹുവിന്റെ അമ്പിയാക്കള്, ഔലിയാക്കള്, ഖുർആൻ പരിചയപ്പെടുത്തി അമ്പിയാക്കളും ഔലിയാക്കളും പ്രാർത്ഥിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ എത്രയോ പ്രാർത്ഥനകളുണ്ട്, അതൊക്കെ അല്ലാഹുവോടാണ്. എങ്കിൽ സഹോദരങ്ങളെ, മുസ്ലിയാർ ന്യായീകരിക്കുന്ന ഒരു ന്യായീകരണം എന്താ? പ്രാർത്ഥന എന്നൊരു മലയാള വാക്കാണ്. അത് 2 തരമുണ്ട്. ഏതാ 2 തരം? ഒന്ന് ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന, മറ്റൊന്ന് അതിന്റെ പരിധിയിൽ വരാത്തത്. അതിന്റെ പരിധിയിൽ വരുന്നത് അള്ളാഹുവിനോട് മാത്രം, അല്ലാത്തത് അള്ളാഹു അല്ലാത്തതോട് നടത്താം, അത് അമ്പിയാക്കോട് നടത്താം, ഔലിയാക്കോട് നടത്താം എന്ന വളരെ ബാലിശമായ വാദം മുസ്ലിയാർ പറയുന്നു. കേൾക്കൂ നിങ്ങൾ. അപ്പൊ ആരാധനയാകുന്ന പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമേ പറ്റുകയുള്ളൂ. ഇതിലാർക്കും തർക്കമില്ല. ആരാധനയുടെ പരിധിയിൽ പെടാത്ത പ്രാർത്ഥന, അതായത് തേട്ടം, അപേക്ഷ, യാചന, ഇത് അള്ളാഹുവിന്റെ, ഇത് നമ്മൾ സാധാരണക്കാരോട് ചെയ്യാറുണ്ട്, മഹാത്മാക്കളോടും ചെയ്യാറുണ്ട്. ഇത് ശിർക്കല്ല. ബഹുമാന അപ്പോ ആരാധനയുടെ പരിധിയിൽ വരുന്ന പ്രാർത്ഥന ശരിക്ക് ശ്രദ്ധിച്ചോളി. സാധാരണക്കാരായ സഹോദരങ്ങളെ, നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കിയുള്ള മർമ്മപ്രധാനമായ ഭാഗം എന്താണെന്നറിയോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പരിചയപ്പെടുത്തി തന്ന ഏതെങ്കിലും ഒരു പ്രവാചകൻ തന്റെ മുമ്പ് കഴിഞ്ഞു പോയ പ്രവാചകനോട് ആരാധനയുടെ പരിധിയിൽ വരാത്ത പ്രാർത്ഥന അത് നടത്തിയതായി നിങ്ങൾക്ക് തെളിയിക്കാമോ?
ഒന്ന്, വഫാത്തായി പോയ, നിങ്ങളുടെ ആ വാക്ക് വെച്ച് ഞാൻ പറയട്ടെ, വഫാത്തായി പോയ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു പ്രവാചകനോട്, ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ സക്കരിയ നബിയോ അലൈഹിമുസ്സലാം അജ്മഈൻ, ഇതുപോലെയുള്ള ഏതെങ്കിലും ഒരു പ്രവാചകൻ മുമ്പ് കഴിഞ്ഞു പോയ മറ്റൊരു പ്രവാചകനോട് ആരാധനയുടെ പരിധിയിൽ വരാത്ത പ്രാർത്ഥന, നിങ്ങൾ ഈ പറഞ്ഞ പ്രാർത്ഥന നടത്തിയ ആയത്തൊന്ന് ഉദ്ധരിക്കാമോ? ഉദ്ധരിക്കുങ്ങൾ. അള്ളാഹുവോട് നടത്തി നമ്മൾ ഉദ്ധരിച്ചു അല്ലേ? മഹാനായ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം കുട്ടി ഉണ്ടാവാൻ വേണ്ടി ദുആ ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സ്വാലിഹീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദുആ ചെയ്ത പ്രാർത്ഥന ആരാധനയാ, അല്ലാഹുവോടാ ദുആ ചെയ്തത്. അതുപോലെ അമ്പിയാക്കന്മാർ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ, അതുപോലെ റബ്ബി ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ പോലെയുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെ അമ്പിയാക്കൾ നടത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. എന്നിട്ട് ഇവർ പറയാണ് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അതൊരു മലയാള വാക്കാണ്, അതിന് യാചന, അപേക്ഷ, അത് ഇതിങ്ങനെ പല അർത്ഥമുണ്ട് അല്ലേ? ഇനി നോക്ക്, നിങ്ങൾ മുസ്ലിങ്ങൾ അങ്ങനെ പറയോ ഇല്ലേ? സുലൈമാൻ സഖാഫിയുടെ പുസ്തകം ഞാൻ വായിച്ചിരുന്നു, അതിന് മുമ്പേ മറുപടി പറഞ്ഞു നോക്കിയിട്ടുണ്ട്, നമുക്ക് ശേഷം കേൾക്കാം. നിങ്ങൾ ശ്രദ്ധിക്കൂ, സുന്നി വോയിസ് ഞാൻ വായിച്ചു തരാം ഒരു ഭാഗം. എന്താണെന്നറിയ കേട്ടോളൂ. മക്ബറുകളിലോ അല്ലാത്ത അവസരങ്ങളിലോ സുന്നികൾ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവോട് മാത്രമാണ്, മക്ബറയിലുള്ള മഹാന്മാരോടല്ല. സുന്നികൾ മഹാന്മാരായ ഔലിയാക്കന്മാരോടല്ല മഖ്ബറയിൽ വെച്ച് പ്രാർത്ഥിക്കുന്നത്, മറിച്ച് അല്ലാഹുവോടാണ്. എന്നാൽ നുസ്രത്തുൽ അനാം പറയുന്നു, സുന്നികൾ മഹാത്മാക്കളുടെ ഖബർ സന്ദർശന വേളയിൽ അവരോട് നേരിട്ട് ഇസ്തിഗാസ ഇൻ ബ്രാക്കറ്റ് പ്രാർത്ഥന നടത്തുക തന്നെ ചെയ്യാറുണ്ട്. അതും ശിർക്കോ പാപമോ അല്ല. ഇത് തുറന്നു പറയുന്നതിൽ എന്താണ് ഇത്ര പേടിക്കാൻ? സുന്നികൾ അല്ലാഹു അല്ലാത്തോട് മഖ്ബറയിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാറുണ്ട്. ഇതിലോ സുന്നി വോയിസിലോ അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഏതാ സുന്നി? ഇത് സംസ്ഥാന സുന്നിന്റെ, പക്ഷെ ഒക്കെ ഒരേ തട്ടിലാന്നാണ് നിങ്ങൾ അൽ-ഇർഫാദിൽ എഴുതി, അതുകൊണ്ട് അത് വായിക്കണേ. APEK സംസ്ഥാന എല്ലാം ആശയപരമായി ഒരേ തട്ടിലാണ്. നിഷേധിച്ചാൽ അടുത്ത പ്രാവശ്യം വായിക്കും. എന്നിട്ടോ ഇതിൽ പറയുന്നു എന്ത്? അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഇനി കേട്ടോ, സൃഷ്ടികളുള്ള സഹായ അഭ്യർത്ഥന പ്രാർത്ഥനയേ അല്ല. ഇയാൾ പറഞ്ഞതോ രണ്ടു തരം പ്രാർത്ഥനയുണ്ട്. ആരാധന പരിധിയിൽ വരുന്ന പ്രാർത്ഥന, അല്ലാത്ത പ്രാർത്ഥന. എന്നാ നിങ്ങളുടെ സുന്നി വോയിസ് പറയാണ് സൃഷ്ടികളുള്ള തേട്ടത്തിന് പ്രാർത്ഥന എന്ന് പറയാറേ ഇല്ല എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ പറയാണ് സൃഷ്ടികളോട് സഹായം തേടുന്നതിന് പ്രാർത്ഥിച്ചു എന്ന് ആരും പറയാറില്ല, പറയാൻ പാടുമില്ല. അലവി സഖാഫി കുറിച്ചു വെച്ചോ, മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോ. എന്തായി പറഞ്ഞത്? സൃഷ്ടികളോട് സഹായം തേടുന്നതിന് പ്രാർത്ഥിച്ചു എന്ന് ആരും പറയാറില്ല. അലവി സഖാഫി പറയലുണ്ട് അല്ലേ? പറയാൻ പാടുള്ളതുമല്ല. പക്ഷെ അലവി സഖാഫിക്ക് പറയാൻ പറ്റും, കാരണം വലിയ ആനഫത്തുവിന്റെ ആളല്ലേ. അപ്പൊ മൂപ്പർക്കൊക്കെ പറയാം തന്നെ. നിങ്ങൾ ആലോചിച്ചോക്ക്, കഴിഞ്ഞില്ല. ഇനിയും പറയുകയാണ്, ഡോക്ടറോട് രോഗം മാറ്റിത്തരണേ എന്ന് അപേക്ഷിച്ചാൽ അത് പ്രാർത്ഥനയോ അയാൾക്ക് ആരാധനയോ ആകുന്നില്ല. ഡോക്ടറെ രോഗം മാറ്റിത്തരണേ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ആരാധനയല്ല, പ്രാർത്ഥനയല്ല. എന്നിട്ട് ഇയാൾ ഇവിടെ പറഞ്ഞതോ, സുന്നികൾ ആരാധന പരിധിയിൽ വരാത്ത പ്രാർത്ഥന സൃഷ്ടികളോട് നടത്താറുണ്ട് അല്ലേ? ഇനിയും പറയുന്നത് കേട്ടോ, ഇത് മനസ്സിലാക്കാൻ അതിബുദ്ധിയൊന്നും ആവശ്യമില്ല, വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല, അല്ലാതെ മനസ്സിലാക്കാം. ഇനിയും കേട്ടോ, അടിമ അവന്റെ റബ്ബിനോട് അപേക്ഷിക്കുന്നതിനെ പ്രാർത്ഥന എന്ന് സാങ്കേതികമായി പറയൂ. അടിമ റബ്ബിനോട് അപേക്ഷിക്കുന്നതിനെ പ്രാർത്ഥന എന്ന് സാങ്കേതികമായി പറയൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞത് അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കൽ അനുവദനീയമാണെന്ന് പറഞ്ഞാൽ അല്ലാഹുവോട് നടത്തേണ്ടത് അനുവദനീയമാണ് എന്നല്ലേ ഇതിനർത്ഥം? അല്ലേ? അത് നിങ്ങൾ മറക്കാൻ പാടില്ല. ഇനി കുറച്ച് ഇപ്പത്ത് പറയാണ്, സുന്നികൾ അല്ലാഹുവിനെ മാത്രമേ ആരാധിക്കുന്നുള്ളൂ, അല്ലാഹുവോടേ പ്രാർത്ഥിക്കുന്നുള്ളൂ. പൊന്മള പറഞ്ഞതോ,
അല്ല, അല്ലാഹുവോടല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? അനുവദനീയമാണ് എന്ന നിലക്കാണ്. അപ്പൊ സഹോദരങ്ങളെ, ഇത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി നമുക്ക് ചോദിക്കാനുള്ളത്, ഈ മുമ്പ് ഞാൻ വായിച്ചിരുന്നു സുന്നികളുടെ പ്രസിദ്ധീകരണം, ഏത് ഇവരുടെ ഷെയ്ഖ് ജീലാൻ എന്ന് പറഞ്ഞിട്ട് ജീലാന്റെ പേരിൽ ഇവർ എഴുതിയിട്ടുള്ള ജീലാനി സപ്ലിമെന്റ്, അള്ളാഹുവിനെ പോലെ കാണുമെന്ന്, അള്ളാഹുവിനെ പോലെ കേൾക്കുമെന്ന് ഒരു വലിയനെ കുറിച്ച് പറഞ്ഞാൽ അത് ശിർക്കാവുകയില്ല എന്ന നിലക്ക്, അതേപോലെ തന്നെ അള്ളാഹുവിലേക്ക് അടിമ സുന്നത്തായ പ്രവർത്തനങ്ങൾ കൊണ്ട് അടുത്തു കഴിഞ്ഞാൽ ആ മനുഷ്യൻ അള്ളാഹു കാണുന്ന പോലെ കാണും, അല്ല കേൾക്കുന്ന പോലെ കേൾക്കും. ഇല്ലേ? ഈ ജീലാനി സപ്ലിമെന്റ് ഞാൻ വായിച്ചിരുന്നു. അലവി സഖാഫിക്ക് എന്താ മറുപടി പറയാനുള്ളത്? ഉപരി പറഞ്ഞ മറുപടി എന്താ അറിയോ? ഞാൻ പറയാം, ഇത് കേട്ടിട്ട് ഇത് വായിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കാം. ഇത് പറയാണ്, അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസമന്നെ കേൾക്കാൻ സാധിക്കുമെന്നാണ്. അള്ളാന്റെ വലിയ അള്ളാഹിലേക്ക് അടുത്തു കഴിഞ്ഞാൽ അല്ല കേൾക്കണ പോലെ കേൾക്കും. എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾക്ക് ആലോചിക്കാൻ ഈ ഒരു വാചകം മാത്രം പോരെ. ഇയാൾ എന്താ പറഞ്ഞത്? അത് അല്ല കൊടുത്ത കഴിവെന്നാണ്. എന്നാ പിന്നെ അള്ളാനെ പോലെ എന്ന് പറയാൻ പറ്റുമോ? അള്ളാനെ പോലെ എന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ എഴുതിയ പച്ച മലയാളത്തിൽ അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ. ചോദിക്കട്ടെ, ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്വീകാര്യനായ പണ്ഡിതന്, ഏതെങ്കിലും ഒരു മുഹദ്ദിസ് ഇതിനെ വിശദീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ അടിമ അള്ളാഹുവിനെ പോലെ കേൾക്കുമെന്ന് പറഞ്ഞതായി ഉദ്ധരിക്കാൻ അലവി സഖാഫി സാധ്യമാണോ? നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഉദ്ധരിക്കൂ. നിങ്ങൾ അതാ ചെയ്യേണ്ടത്. കഴിഞ്ഞില്ല. ഇനിയും പറയുകയാണ്, അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കും. പ്രിയമുള്ളവരെ, അല്ല സഹായിക്കുന്ന പോലെ ആരാ സഹായിക്കുന്നത്? ആർക്കാ ചെയ്യാൻ സാധിക്കുന്നത്? അള്ളാഹുവിനെ പോലെ മറ്റാരെങ്കിലും ഉണ്ടോ? വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അവർ തുല്യരായിട്ട് ആരുമില്ലെന്നല്ലേ അല്ല പറഞ്ഞത്? ലൈസ കമിസ്ലിഹി ശൈഅ, അവനെ പോലെ ഒന്നുമില്ലെന്നല്ലേ റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്? മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നത് അള്ളാഹുവിനെ പോലെ അവന്റെ അടിമകൾ കേൾക്കുമെന്നാണ്, കാണുമെന്നാണ്, സഹായിക്കുമെന്നാണ്. ഇത് വിശ്വസിക്കണോ? പ്രിയമുള്ളവരെ പറയൂ, നിങ്ങൾ ഇത് വിശ്വസിക്കണോ? ഇത് സുന്നത്തിന്റെ ജമാഅത്തിന്റെ മേൽ ചെലവാക്കണോ? ആലോചിച്ചോ നിങ്ങൾ? എന്താണ് ഈ പറയുന്നത്? ആലോചിച്ച് നോക്ക്. അള്ളാഹിനെ പോലെ കാണുകയോ, അള്ളാഹിനെ പോലെ കേൾക്കുകയോ, അള്ളാഹിനെ പോലെ സഹായിക്കുകയോ? എവിടേക്കെത്തി ഈ മുസ്ലിയാക്കന്മാരെന്നത് ഇനിയെങ്കിലും പ്രിയമുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ കഴിഞ്ഞ തവണ കേൾപ്പിച്ച മറ്റൊരു ക്ലിപ്പുണ്ട്. എന്താണ്? അബ്ദുൽ ജബ്ബാർ സഖാഫി എന്ന് പറയുന്ന എറണാകുളം ഭാഗത്തെങ്ങാനും കൊണ്ടുമുള്ള ഒരു സഖാഫി, അയാൾ പറയാണ് അമ്പിയാക്കന്മാർക്ക് ദൈവീകമായ കഴിവുകളുണ്ടെന്ന്. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദൈവീകമായ കഴിവുണ്ടെന്ന്. എവിടേക്കായി ഇനി എത്താനുള്ളത്? കേൾക്കൂ നിങ്ങൾ ഒന്നുകൂടെ. വരുന്നത് അള്ളാഹുവിന്റെ, നിങ്ങളുടെ റബ്ബിന്റെ അടുക്കൽ നിന്നുള്ള ദൃഷ്ടാന്തമാണ്. ഏതാണ് ആ ദൃഷ്ടാന്തം? ഈസാ നബിക്കുള്ള കഴിവെന്താ? അഖ്ലുഖുലകും മിനത്തീനിക ഹൈഅത്തി ത്വയ്രി, കളിമണ്ണ് കൊണ്ട് പക്ഷിയുടെ രൂപം ഞാൻ ഉണ്ടാക്കും. ഈസാ നബി അലൈഹിസ്സലാം ദൈവികമായ കഴിവില്ലാത്ത ആളല്ല. ഞാൻ ഇന്നലെ വായിച്ചു ഇവിടെ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ പുസ്തകത്തിൽ എഴുതി വെച്ചത് പ്രവാചകന്മാർക്ക് ദൈവികമായ യാതൊരു പ്രത്യേകതയും ഇല്ല എന്നാണ്. എങ്കിൽ അത് ശരിയല്ല. പ്രവാചകന്മാർക്ക് ദൈവിക പ്രത്യേകത ഉണ്ടോ? പ്രവാചകന്മാർക്ക് ദൈവികമായ പ്രത്യേകത ഉണ്ട്, കഴിവുണ്ട്. ഇനി എവിടേക്കായി എത്താനുള്ളത്? നിങ്ങൾ ആലോചിച്ചോ പ്രിയമുള്ളവരെ? ഈ ജാതി മുസ്ലിയാക്കന്മാരെ കണ്ടിട്ടാണോ നിങ്ങൾ പോകുന്നത്? വെറും 3ാം ക്ലാസ്സിലെ ബുക്ക് ദുർവ്യാഖ്യാനം ചെയ്യുന്ന, അറബി മലയാളത്തിലെ വാചകം ദുർവ്യാഖ്യാനം ചെയ്യുന്ന, ഇവിടെ മുജാഹിദുകളെ തോൽപ്പിക്കുക എന്നൊരൊറ്റ ലക്ഷ്യം മാത്രമായി ജീവിക്കുന്ന ഈ മുസ്ലിയാക്കന്മാരുടെ പിന്നാലെ പോയി ആഖിറം രക്ഷപ്പെടുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അവിടെ നരകത്തിലേക്ക് തട്ടപ്പെട്ടാൽ ഈസാ നബിക്ക് അല്ലാഹുവിന്റെ ആ ദൈവികമായ കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് സഹായം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയാൽ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആ നിലക്ക് പ്രാർത്ഥിച്ചു കൊണ്ടുപോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൈവീകമായ കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അങ്ങ് മരിച്ചു പോയാൽ നിസ്കാരം ബാത്തിലായി, നോമ്പ് ബാത്തിലായി, ഹജ്ജ് ബാത്തിലായി, സദഖകൾ ബാത്തിലായി, മുഴുവൻ ബാത്തിലായി. നരകത്തിലേക്ക് തട്ടപ്പെടുമ്പോ ഏത് മുസ്ലിയാരാണ്, ഏത് ശൈഖുനെയാണ് രക്ഷിക്കാനുള്ളത് എന്ന് പ്രിയമുള്ളവരെ ആലോചിച്ചോ നിങ്ങൾ. ഇതൊരു വാശിക്കല്ല, കക്ഷി വൈരാഗ്യത്തിനല്ല, അലവി സഖാഫിയെ തോൽപ്പിക്കാനല്ല. തോൽപ്പിച്ചിട്ട് എന്ത് കിട്ടാനാണ്? അതിന് മാത്രം വേണ്ട അയാള്, തോൽപ്പിക്കാനല്ല. പിന്നെ എന്താ പ്രിയമുള്ളവരെ, നമുക്ക് പരലോകത്തിൽ രക്ഷപ്പെടണ്ടേ, നരകത്തിൽ രക്ഷപ്പെടണ്ടേ, സ്വർഗത്തിൽ എത്തിച്ചേരണ്ടേ? അതിനു വേണ്ടിയാണ് ഈ പറയുന്നത്. മുമ്പ് പറഞ്ഞ പോലെ നാളെ പരലോകത്ത് വെച്ച് നമ്മളെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോ ഈ കല്ലച്ചാല ജനങ്ങള് ഇവിടുത്തെ മുജാഹിദ് പ്രവർത്തകരോട് ചോദിക്കരുത്, അല്ല മുജാഹിദ് പ്രവർത്തകരെ ഒന്ന് പറഞ്ഞു തന്നൂടായിരുന്നോ നിങ്ങൾക്ക്? അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് ഒന്ന് പറഞ്ഞു തന്നൂടായിരുന്നോ ഞങ്ങൾക്ക്? ഞങ്ങളുടെ മുസ്ലിയാക്കന്മാർ ദുർവ്യാഖ്യാനം ചെയ്താലും ഒന്ന് പറഞ്ഞുകൂടായിരുന്നോ? മൈക്ക് കെട്ടൊന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? എങ്കിൽ ഞങ്ങൾക്ക് അത് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന് റഹ്മാനായ റബ്ബിന്റെ അപ്പീലില്ലാത്ത കോടതിയിൽ വെച്ച് പറയാതിരിക്കാൻ മഅ്ദിറതൻ ഇലാ റബ്ബിക്കും, റബ്ബിങ്കിലേക്ക് ഉദ്റ് ബോധിപ്പിക്കാനാണ് റബ്ബിനെ സാക്ഷി നിർത്തിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം ഈ പറയുന്നത്. അലവി സഖാഫിയുള്ള വാശിയല്ല, കക്ഷി വൈരാഗ്യമല്ല, ആരെയും തോൽപ്പിക്കാനല്ല എന്ന് ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. എവിടേക്കായി ഇവരെത്തുന്നത്? അല്ലാഹനെ പോലെ കാണുമെന്നോ, അല്ലാഹനെ പോലെ കേൾക്കുമെന്നോ, അല്ലാഹനെ പോലെ അറിയുമെന്നോ എഴുതിയില്ലേ, പ്രസംഗിച്ചില്ലേ? ഇനി എന്താ നമുക്ക് ചിന്തിക്കാനുള്ളത്? ആലോചിച്ചോ. ആ ശിർക്കിന്റെ കൂടാരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രിയമുള്ളവരെ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. ഞങ്ങൾ പറയുന്നത് നിങ്ങള് മെമ്പർഷിപ്പ് എടുത്ത് സംഘടനവല്ലാക്കി തരണമെന്നല്ലോ, നിങ്ങളുടെ പരലോകം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്, അവർ രക്ഷപ്പെടണമെന്നാണ്. സഹോദരങ്ങളെ, ആ നിലക്ക് നിങ്ങൾ ചിന്തിക്കുക. ഇനി നോക്ക്, സുലൈമാൻ സഖാഫിയുടെ പുസ്തകം ഞാൻ വായിച്ചു. ഉപരെന്താ മറുപടി പറഞ്ഞത്? ഉപർ പറയാണ്, സുലൈമാൻ സഖാഫിയുടെ പുസ്തകത്തിൽ എന്താണ്? ഇതിന് 36-ാമത്തെ പേജിലുണ്ട്. എന്ത്? ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് മുസ്ലിങ്ങൾ പ്രയോഗിക്കാറുള്ളൂ. രണ്ട് നിലക്കുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞപ്പോ ആ നിലക്ക് ഇവർ പറയാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, ഈ ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് മുസ്ലിങ്ങൾ പ്രയോഗിക്കാറുള്ളൂ. അപ്പൊ ഇയാളിത് വായിച്ചു, എന്നിട്ട് പറഞ്ഞ മറുപടി എന്താ? അത് സുലൈമാൻ സഖാഫി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഭാഷാപരമായി പ്രയോഗിക്കാം, പ്രാർത്ഥന എന്ന് പ്രയോഗിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂപ്പരങ്ങനെ പറയും, കാരണം നിങ്ങളെ തോഴനാണല്ലോ, നിങ്ങളെ ഒപ്പം നടക്കുന്ന ആളായിരുന്നല്ലോ മുമ്പ്. മൂപ്പരത് പറയും. ആ ഞങ്ങളുടെ തെളിവ് അയാള് പോലും സമ്മതിച്ചു, ഭാഷാപരമായി എന്തർത്ഥവും കാര്യങ്ങളും ഉണ്ടെങ്കിലും ശരി, ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമേ പ്രാർത്ഥന എന്ന് മുസ്ലിങ്ങൾ പറയാറുള്ളൂ. ഭാഷാപരമായി ഉണ്ടോ എന്നുള്ളതല്ല, മുസ്ലിങ്ങൾ പറയാറുള്ളത് എന്തിനാണ്? അത് ആരാധനയുടെ പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമാണ്. അതുകൊണ്ട് അതിപ്പോഴും ബാക്കി കിടക്കുന്നു. ഇനി സഹോദരങ്ങളെ, അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകം ഞാൻ വായിച്ചിട്ടില്ല. മൂപ്പർക്ക് അടുത്ത പ്രാവശ്യം വായിക്കാൻ സാധ്യതയുണ്ട്. അയാൾ അഡ്വാൻസ് ആയി പറഞ്ഞു, റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തുവിനെയും, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, അതിനോട് ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ശിർക്കാണെന്ന് വിശ്വസിക്കാത്ത ഒരു മുസ്ലിമും ഇല്ല. എന്താ പറഞ്ഞോ? അത് ആരാധനയുമായി ബന്ധപ്പെട്ടതാണ്, ആരാധനയാണ്. മുസ്ലിയാരെ, ആ വാചകത്തിൽ തന്നെയുള്ള എന്താ? നബി അല്ലാഹു അല്ലാത്ത ഏതൊരു വസ്തു, അത് നബിയാവട്ടെ, വലിയാവട്ടെ, കല്ലാവട്ടെ, മരമാവട്ടെ, ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ആരാധന ശിർക്കാൻ പറഞ്ഞു. പിന്നെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നതും ശിർക്കാണ് എന്നതിൽ മുസ്ലിങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ നിങ്ങളുടെ ഹാഷിം നഈമി എന്ന് പറയുന്ന മുസ്ലിയാരില്ലേ, അയാൾ എഴുതിയിട്ടുള്ളത് എന്താണെന്നറിയാം നിങ്ങൾക്ക്? അയാൾ എഴുതിയിട്ടുള്ളത് വഴി പിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തില് അയാൾ പറഞ്ഞത്, പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രം എന്ന പ്രമേയം സാക്ഷാൽ ഇബ്ലീസിന്റെ പ്രമേയമാണെന്ന് സുന്നി പണ്ഡിതർ വഹാബികളെ തെര്യപ്പെടുത്തി. പ്രിയമുള്ളവരെ, ആലോചിച്ചോ, റബ്ബ് തന്ന ബുദ്ധി കൊടുത്ത് ആലോചിച്ചോ. അല്ലാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അത് ഇബ്ലീസിന്റെ വാദമാണത്രേ. എവിടേക്കാ മുസ്ലിയാക്കന്മാരെത്തിയിട്ടുള്ളത്? ചിന്തിച്ചോ. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് മാത്രമല്ലേ? അത് ഇബ്ലീസിന്റെ വാദമോ? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് മാത്രമല്ലേ? അത് ഇബ്ലീസിന്റെ വാദമോ?
ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് മാത്രമല്ലേ? അത് ഇബ്ലീസിന്റെ വാദമോ? ലോകത്ത് വന്ന മുഴുവൻ പ്രവാചകന്മാരും പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് മാത്രമല്ലേ? ആ പ്രവാചകന്മാരൊക്കെ ഇബ്ലീസിന്റെ ആളുകളോ? ഖുർആൻ പരിചയപ്പെടുത്തിയ, ഹദീസ് പരിചയപ്പെടുത്തിയ മുഴുവൻ ഔലിയാക്കളും പ്രാർത്ഥിച്ചത് അല്ലാഹുവോട് മാത്രമല്ലേ? അവർക്ക് ഇബ്ലീസിന്റെ ആളുകളോ? ഓരോ ദിവസവും നമ്മോട് നടത്താൻ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥനയില്ലേ? ആ പ്രാർത്ഥനകളൊക്കെ അല്ലാഹുവോടല്ലേ? ഇബ്ലീസിന്റെ ആശയം പഠിപ്പിക്കാനാണോ നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് പ്രവാചകനായി നിയോഗിക്കപ്പെട്ടത്? എന്തു അപകടകരമായ വാദമാണ് മുസ്ലിയാക്കന്മാർ പറയുന്നത് എന്ന് സഹോദരങ്ങളെ ഇനിയെങ്കിലും നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇനിയോ സഹോദരന്മാരെ, പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ അയാളുടെ പുസ്തകം ചർച്ചയ്ക്ക് വന്നിരുന്നു. ഈ പുസ്തകം ചർച്ചയ്ക്ക് വന്നിരുന്നു. ഫതാവ മുഹീസുന്ന ചർച്ചയ്ക്ക് വന്നിരുന്നു. എന്താ? മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയ മഹാത്മാക്കളോട് വിളിച്ചു പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഉത്തരം അനുവദനീയമാണ്. അപ്പൊ നമ്മളെ മുസ്ലിയാരെ മറുപടി എന്താ അറിയോ? മൂപ്പര് പറയാണ്, ആ പ്രാർത്ഥന എന്ന പദം ചോദ്യത്തിലുള്ളതാണ്, അത് ഇങ്ങോട്ട് പറഞ്ഞതാണ് പൊന്മള ചെയ്തത്. പൊന്മളാണ് ഞാൻ പറഞ്ഞല്ലോ, അലവി സഖാഫിക്ക് ചീട്ട് കൊടുക്കുന്ന ആളെ. മൂപ്പര് പറയാണ് എന്ത്? പൊന്മള പറഞ്ഞത് ഇതാണ്. എങ്ങനെ? ഈ അയാളുടെ ചോദ്യത്തിലുള്ളതാണ്, മുജാഹിദിന്റെ ചോദ്യമാണ്, അതിന് ഉത്തരാണ്. ചോദിക്കട്ടെ, മുജാഹിദീങ്ങൾ പൊന്മളയോട് ചോദിക്കാന്ന് വെച്ചോളൂ. എന്ത്? മുഹീദ്ദീൻ ശൈഖിന് നമ്മൾ ളുഹൂർ നിസ്കരിക്കാൻ പറ്റുമോ? എന്താ പറയോ? മുജാഹിദുകൾ ചോദിച്ചല്ലേ, അപ്പൊ ഒറ്റും പറയോ? ചോദിച്ചാ പറയണം ളുഹൂറോ ആരാധനയാണ്, നിസ്കാരോ ആരാധനയാണ്, പറ്റൂല എന്ന് പറയണം. അത് സുന്നി ചോദിച്ചാലും മുജാഹിദ് ചോദിച്ചാലും പറയണം. ഇതുപോലെ മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ എന്ന് ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? എന്താ പറയേണ്ടത്? ആ നിലക്ക്, അഥവാ അല്ലാഹുവോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. ആ സുലൈമാൻ സഖാഫിന്റെ ഭാഗം അയാൾ ന്യായീകരിക്കുന്നുണ്ട്, അതൊന്ന് ശ്രദ്ധിക്കും. നേരത്തെ നമ്മൾ കണ്ട സുലൈമാൻ സഖാഫിന്റെ ഭാഗം ന്യായീകരിക്കുന്നു കൂടെ ഒന്ന് കണ്ടു. ഈ അർത്ഥം ഉദ്ദേശിക്കാതെ, അതായത് ആരാധനയുടെ പരിധിയിൽപ്പെടുന്ന ആ അർത്ഥം ഉദ്ദേശിക്കാത്ത അർത്ഥനക്കും പ്രാർത്ഥന എന്ന് വല്ലപ്പോഴും പ്രയോഗിക്കുന്നതിന് വിരോധമില്ല. പക്ഷെ അത് ആരാധനയാവുകയില്ലെന്ന പ്രത്യേകതയുണ്ട്. അപ്പൊ ആരാധന അല്ലാത്തതിനെ കുറിച്ചും പ്രാർത്ഥന എന്ന് മലയാളത്തിൽ പറയാമെന്ന് സുലൈമാൻ സഖാഫി തന്നെ ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഇയാൾ കട്ടുവെക്കുകയാണ്. എന്നിട്ട് ആ ഒരു ഭാഗം മാത്രം എടുത്തിട്ട് പറഞ്ഞു, കണ്ടോ ഇയാളും പറയുന്നു. എന്താ സഹോദരന്മാരെ, ഇയാളെന്താ ഈ ഭാഗം വായിച്ചിട്ടുണ്ട് നേരത്തെ, പക്ഷേ അതിലെന്താ ഉള്ളത്? അവിടെ അത് വായിച്ചോണ്ട് ഇത് ഇല്ലാതാവോ? മാത്രല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഭാഷാപരമായി പ്രയോഗം അർത്ഥം ഒക്കെ ഉണ്ട്. പക്ഷേ മുസ്ലിങ്ങൾ പ്രയോഗിക്കുന്നത് ആരാധന പൊരുൾ ഉൾക്കൊള്ളുന്ന അർത്ഥനക്ക് മാത്രമാണ് എന്നാണ് മൂപ്പർ വ്യാഖ്യാനിച്ചത്. അപ്പോ സുലൈമാൻ സഖാഫിന്റെ പുസ്തകത്തിൽ നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ കഴിയൂല, റഷീദ് മൂസ മുസ്ലിയാരുടെ ബുക്കിലും കഴിയൂല, പൊന്മള പുസ്തകത്തിലും കഴിയൂല. ഇനി സഹോദരങ്ങളെ, അതിനിടയ്ക്ക് പൊന്മള പുസ്തകത്തിന് മൂപ്പർ വേറെ ന്യായീകരണം പറഞ്ഞു. എന്താണ്? പ്രാർത്ഥന ഞാൻ പറഞ്ഞല്ല, ആ വഹാബികൾ പ്രയോഗിച്ചതാണ് എന്ന് പൊന്മളായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നെ ഒരു വിശദീകരണം ഒപ്പിച്ചതാണ്. പിന്നെ ഇറക്കിയത് ഒരു എഡിഷനിൽ ഫതാവ മുഹീസുന്റെ ഒക്കെ കണ്ട് ഇറക്കിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്. അപ്പൊ ഞാൻ പ്രയോഗിച്ചാൽ വഹാബികൾ പ്രയോഗിച്ചാണ്. എന്നാ അങ്ങനെ പ്രയോഗിച്ചാൽ നിങ്ങൾക്ക് പറ്റുമോ? പ്രയോഗിക്കാൻ പറ്റുമോ? ഞാൻ പറയുന്നത് നിസ്കാരം അല്ലാഹു അല്ലാത്തവർക്ക് അർപ്പിക്കാൻ പറ്റുമോ? മൊയ്തീശകന് അർപ്പിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇതും നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം മറ്റൊരു സംഗതി എന്താണ്? ഇപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, അല്ലാഹുവോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അതിലിപ്പോ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഈ ആയത്തില്ലേ, ഈ ആയത്തിന് മുസ്ലിയാക്കന്മാര് വിശദീകരിക്കുന്ന ചില വിശദീകരണങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്നത്. എന്താണെന്നറിയോ? ഇത് സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ ഹംസക്കോയ ബാക്കവി മൂന്നിയൂര് മൂപ്പര് എഴുതിയ പുസ്തകമാണ്. ഈ പുസ്തകത്ത് പറഞ്ഞ കേട്ടോളി, നിനക്ക് ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന ആയത്തിന് നിന്നോട് മാത്രമെന്നാണ് അർത്ഥം. അതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ പാടില്ല എന്ന് ചിലർ വാദിക്കുന്നുണ്ട്. എന്നാൽ ഈ ആയത്തിന്റെ അർത്ഥം നിനക്ക് ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് ഞങ്ങൾ സഹായം തേടുന്നു എന്നാണ്. മാത്രം എന്ന അർത്ഥം ഇവിടെ ഇല്ല. അത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. അപ്പൊ നിന്നെ മാത്രം എന്ന അർത്ഥം അവിടെ ഇല്ല എന്നാണ് ഹംസക്കോയ ബാക്കവി മൂന്നിയൂര് പറഞ്ഞത്. എന്നാല് നിങ്ങൾ കോഴിക്കോട് വലിയ കാലിന്റെ പരിഭാഷ പരിശോധിച്ചോളി, മാത്രമുണ്ട്.
പിന്നെ അങ്ങനെ ഈ സുന്നി പരിഭാഷകൾ ഇങ്ങനെ പരിശോധിച്ചോ, മാത്രല്ലാത്ത ആകെ ഒന്നിട്ടുള്ളൂ, ബാക്കി എല്ലാത്തിലും മാത്രമുണ്ട്. ഇനി ഇയാൾ പറഞ്ഞത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. അറബി തഫ്സീർ പരിശോധിച്ചാൽ, ബൈലാവി പരിശോധിച്ചാൽ, ഇബ്നു കസീർ പരിശോധിച്ചാൽ ഒക്കെ കാണാൻ സാധിക്കും. നിങ്ങൾ ആലോചിക്കും, ഇവിടെ മാത്രം എന്ന് പ്രയോഗിക്കൽ ആരാ? വിമർശകർ. വിമർശകർ സുന്നത്ത് ജമാഅത്ത് ഖുർആനിൽ അതിന്റെ പേര്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ വിമർശകർ. എന്നാൽ നല്ലൊരു വിമർശകൻ നിങ്ങൾ കാണാൻ പോവാണ്. സുന്നത്ത് ജമാഅത്തിന്റെ നല്ലൊരു വിമർശകൻ ആരാ? പേരോട് സഖാഫി പറയുന്നു, മാത്രം എന്ന അർത്ഥം ഉണ്ട്. നാം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയും. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ആരാധന നടത്തും. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുകയും ചെയ്യുന്നു. നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു, അല്ലെങ്കിൽ നിന്നോട് തന്നെ ഞങ്ങൾ സഹായം ചോദിക്കും. ഈ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുന്നു എന്ന് പറയാൻ കാരണം സഹായം മുഴുവനും അള്ളാഹുവിൽ നിന്ന് മാത്രം ആയതുകൊണ്ടാണ്. അപ്പോ മാത്രം 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 ഹംസക്കോയ് ബാക്കി പറഞ്ഞത് അത് സുന്നത്ത് ജമാഅത്ത് വിമർശകർ സങ്കല്പിക്കുന്നതാണ്. അപ്പൊ ഇയാളോ സുന്നത്ത് ജമാഅത്തിന്റെ നമ്പർ 1 വിമർശകൻ എന്ന് പറയേണ്ടി വരില്ലേ എന്നും നിങ്ങൾ ആലോചിക്കണം. അല്ലേ? സംഗതി ശരി തന്നെയാണോ? അപ്പൊ നിങ്ങൾ ആലോചിച്ചു. അപ്പൊ ആ നിലക്ക് അതാണ് അതിന്റെ സ്ഥിതി. അപ്പൊ സഹോദരങ്ങളെ, അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കുക എന്നുള്ള ഞങ്ങൾ കണ്ടെത്തിയ വാദമല്ല, അത് ഖുർആനിന്റെ വാദമാണ്, ഹദീസിന്റെ വാദമാണ്. ഇനി നിങ്ങൾ മനസ്സിലാക്കണം, മൂപ്പര് ചില തെളിവൊക്കെ അവിടെ പറഞ്ഞു. ആര്? അലവി സഖാഫി. അതിൽ പറഞ്ഞ ഒരു സംഗതി തന്നെ വീണ്ടും യാ മുഹമ്മദ് എന്ന് ഇബ്നു മർദാനെ വിളിച്ചില്ലേ കാല് കൊച്ചിയപ്പോ ഒന്നതിന്റെ പരമ്പര അത് സ്വഹീഹ് കുറ്റമറ്റതാണ് തെളിയിക്കണം. ഇരിക്കട്ടെ, ആണെങ്കിൽ തന്നെ അതിലെവിടെ പ്രാർത്ഥന ഇല്ല, നബിയെ രക്ഷിക്കണമെന്നതിലുണ്ടോ? ഒന്ന്, അതില്ല. ഇനി അള്ളാഹുവിനെ പോലെ കാണും, കേൾക്കും, അറിയും, സഹായിക്കും എന്ന വിശ്വാസം ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. തെളിയിക്കാൻ സാധ്യമാണോ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൈവികമായ കഴിവുകൾ ഉണ്ടായിരുന്നു എന്ന്, ദൈവികമായ ഗുണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണം. തെളിയിക്കാൻ സാധ്യമാണോ? പിന്നെ ഉപര് എന്താണ്? ഫീ ളിംനിൽ ഇസ്തിഗാസ എന്ന് പറഞ്ഞുകൊണ്ട് മുല്ലാ അലിയുൽ ഖാരി പറഞ്ഞിട്ടുണ്ട്. ചോദിക്കട്ടെ, മുല്ലാ അലിയുൽ ഖാരി അത് നുതുബയാണെന്നല്ലേ പറഞ്ഞത്? നുതുബയാണെന്നല്ലേ പറഞ്ഞത്? ഹൊസങ്കളിൽ വെച്ച് നിങ്ങളുടെ സാന്നിധ്യത്തിൽ പേരോടിനെ ഹർഫം ബിഹർഫി പഠിപ്പിച്ചതല്ലേ മുജാഹിദ് പ്രസ്ഥാനം? മറന്നോ നിങ്ങളത്? ഇത്ര എളുപ്പം മറന്നുപോയോ നിങ്ങളത്? അങ്ങനെ മറക്കാൻ പറ്റുമോ? നുതുബയല്ലേ അത്? ഒരാള് എന്തേ വിഷമം വരുമ്പോ നല്ല തലവേദന, എന്റെ തലോന്ന് പറഞ്ഞാല് തലയോട് ഇസ്തിഗാസ, അത് നുതുബയാ സഹോദര. ആ നിലക്കുള്ള തേട്ടമുണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾക്ക് വാദമുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന പോലെ, നിങ്ങൾ എഴുതിയ പോലെ, ആ നേരത്തെ കണ്ട ആ സഖാഫി പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹുവിനെ പോലെ കാണാനും കേൾക്കാനും അറിയാനുമുള്ള കഴിവ് ഉണ്ടായിരുന്നു എന്ന് ഈ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു വിശ്വസിച്ചു എന്ന് നിങ്ങൾ തെളിയിക്കണം. തെളിയിക്കാത്തിടത്തോളം കാലം നിങ്ങൾക്ക് തെളിവല്ല, തെളിവല്ല, തെളിവല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ സഹോദരങ്ങളെ, അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയും ഇൻഷാ അല്ലാഹ് മുസ്ലിയാർ പറയുകയാണെങ്കിൽ വിശദാംശങ്ങളിലേക്ക് പോവാം. ഇപ്പൊ നമുക്ക് കിട്ടേണ്ട അത്രയാണ്. അത് നിങ്ങൾ അടുത്ത തവണ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ നിങ്ങളത് പറയുക. ഇനിയോ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് യാ സയ്യിദ റസൂലി എന്ന് പറഞ്ഞ പാട്ടുപാടിയിലേന്നാ. ഞാൻ അന്ന് പറഞ്ഞു കവിതന്റെ ഒരു ശൈലി. അങ്ങനെ യാ ഖൽബു ബിസ്സഫറാത്തി ലാ തബ്ഖൽ വയാ ഐനയ ബിൽ അബറാത്തി ഹുസ്നൻ ജൂദാ, അങ്ങനെയുണ്ടല്ലോ. അപ്പോ കണ്ണിനോട് തേടാം, ഖൽബിനോട് തേടാമെന്ന വാദം ഇബ്നു ഹജർ ഉണ്ടായിരുന്നോ? അത് കണ്ണിനോട് തേടണായിരുന്നില്ല. സഹോദരങ്ങളെ, ഇവിടെ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് അല്ലാഹനെ പോലെ കാണും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന്, അല്ലാഹനെ പോലെ കേൾക്കും, സഹായിക്കും എന്ന വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് ഇബ്നു ഹജറിന്റെ ഏതെങ്കിലും കിതാബ് കൊണ്ട് തെളിയിക്കാമോ? അപ്പൊ ഉപരി മറുപടി എന്താ അറിയോ? ഉപരി ചോദിക്കാണ്, ഞാൻ ഇസ്തിഗാസ ചെയ്യുന്നു എന്നിങ്ങനെ 101 പറയണോ? അതല്ല ചോദിച്ചത്. നിങ്ങൾ എഴുതിയ പോലെ, നിങ്ങളുടെ ഈ സഖാഫി പ്രസംഗിച്ച പോലെ അള്ളാഹുവിനെ പോലെ കാണുമെന്ന്, അള്ളാഹിനെ പോലെ കേൾക്കുമെന്ന്, അള്ളാഹിനെ പോലെ അറിയുമെന്ന വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് ഇബ്നു ഹജർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന്റെ കിതാബ് നിങ്ങൾ തെളിയിക്കുക. അപ്പൊ
അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി പാട്ട് മുമ്പ് ആവർത്തിച്ച പാട്ട് ചോദിക്കുന്നു, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കുക. കിതാബ് കൊണ്ട് പദ്യത്തിന്റെ ആ ശൈലി വെച്ചുകൊണ്ട് വരണ്ട. അതാണ് ആ വിഷയത്തിൽ ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇനി സഹോദരങ്ങളെ, എന്താണ് മുമ്പ് ഞാൻ സൂചിപ്പിച്ചു, മുസ്ലിയാരൊന്നും പറയാത്തൊരു സംഗതിയുണ്ട്. സുയൂത്തി തന്റെ കിതാബിൽ പറഞ്ഞത് മുസ്ലിയാർ മറുപടി പറഞ്ഞിട്ടില്ല. എന്താണ്? കുറിച്ചു വെച്ചോ, ഇനി മറുപടി ഉണ്ടെങ്കിൽ പറഞ്ഞോ. സുയൂത്തി തന്റെ അൽ അംറു ബിൽ ഇത്തിബാ വന്നഹ്യു അനിൽ ഇബ്തിദാ എന്ന കിതാബിൽ പറയുന്നു. എന്താ? വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, വസ്സഹാബത്തു റളിയല്ലാഹു അൻഹും, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത്, വഖദ് അജ്ദബു മറാത്തിൻ, പല തവണ അവർക്ക് വരൾച്ചയുണ്ടായിട്ടുണ്ട്. വദഹമതുഹും നവായിബു, പല കാല വിപത്തുക്കളും അവരെ നശിപ്പിച്ച് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. ഫഹല്ലാ ജാഉ വസ്തസ്ഖൗ വസ്തഗാഹു ഇൻദ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തേ ആ ഒരൊറ്റ സഹാബി പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിൽ വന്നുകൊണ്ട് സഹായം തേടിയില്ല, മഴയെ തേടിയില്ല, ഇസ്തിഗാസ ചെയ്തില്ല. വസ്തഗാഹു, ഇസ്തിഗാസ ചെയ്തില്ല. ബഅദ മൗതിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ വഫാത്തിന് ശേഷം അങ്ങനെ അവർ ചെയ്യാതിരുന്നത്. എന്നിട്ട് എന്താ അവർ ചെയ്തത്? സഹാബത്ത് എന്താ ചെയ്തത്? ബൽ ഖറജ ഫീഹിം സയ്യിദുനാ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ബിൽ അബ്ബാസി അമ്മിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇലൽ മുസല്ല. മറിച്ചെന്താണ് ആ സഹാബത്തിൽപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തത്? മഴയില്ലാതെയായപ്പോ പ്രവാചക പിതൃവ്യനായ അബ്ബാസ് റളിയല്ലാഹുവിനെ കൊണ്ട് മുസല്ലയിലേക്ക് പോയി. ഫസ്തസ്ഖാ ബിഹി, എന്നിട്ട് ഇസ്തിസ്ഖാ നമസ്കാരം അദ്ദേഹത്തെ ഇമാമാക്കി നിർവഹിച്ചു. വലം യസ്തസ്ഖൂ ഇൻദ ഖബറിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകന്റെ ഖബറിൽ പോയി അവര് ഇസ്തിസ്ഖാ നടത്തിയില്ല, മഴ ചോദിച്ചില്ല. ഒരൊറ്റ സഹാബത്തും അങ്ങനെ ചെയ്തിട്ടില്ല. സുയൂത്തിയാണ് പറഞ്ഞത്, തന്റെ കിതാബിലാണ് പറഞ്ഞത്. എന്ത് പറയാനുണ്ടെന്ന് കഴിഞ്ഞ തവണ ചോദിച്ചിട്ടുണ്ട്. മുസ്ലിയാർ സൗകര്യം പോലെ വിസ്മരിച്ചു. വരുന്നുവെങ്കിൽ പറയുക, മറുപടി ഉണ്ടെങ്കിൽ പറയുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് മൂപ്പര് മുജാഹിദ് ബാദിന്റെ ക്ലിപ്പിട്ടാണ്ട് മുജാഹിദ് ബാദിശ്ശേരി പറഞ്ഞിട്ട്, ഞാനൊരു സാധാരണക്കാരനാണ്, ഞാനൊരു പാടത്ത് പണിയെടുത്തിരുന്ന ആളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആ നിലക്ക് അദ്ദേഹം പറയുന്നു. സംഗതിയെ ഇയാൾ കണ്ടോ, പാടത്ത് പണിക്കുന്ന ആൾക്കാർ അതിന്റെ പണിയെടുത്താ പോരെ എന്ന് പറഞ്ഞ് പരിഹസിക്കുക. എന്നാ പേരോട് പറഞ്ഞെങ്കിൽ കേട്ടാളി, മുസ്ലിംമാർക്ക് എല്ലാ പണിയും ചെയ്യാൻ കഴിയും. തെങ്ങുമകേര, കൈക്കോട്ട് എടുത്താണ്ട് കൊത്ത, വിക്കാസ് എടുത്ത് കളക്ക, ഇതൊക്കെ ഉണ്ട്. അയൊക്കെ മൂല്യമാർക്ക് കയ്യൊന്നാണ് കയറ്റിയാൽ മതി, പറ്റുമെന്ന് പേരോട് തന്നെ പറയുന്നു. ശ്രദ്ധിച്ചാൽ വാസ്തവത്തിൽ മറ്റുള്ള ആളുകൾ ആലോചിച്ചോളണം. എന്താണ് മുസ്ലിംമാർക്ക് മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാ ജോലിയും ചെയ്യാൻ കഴിയും. ഏത് ജോലിയാണ് നമുക്ക് എത്തൂടാത്തത്? നമ്മളെ ഈ കൈകറിച്ച് കൂട്ടത്തിലുണ്ട്, അത് ജോലിയെടുക്കുമ്പോൾ കയറ്റി ഇങ്ങനെ വെച്ചാൽ മതി. എന്നാ പിന്നെ സാധാരണക്കാരെടുക്കുന്ന എല്ലാ ജോലിയും നമുക്ക് എടുക്കാം. അന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാൻ കഴിയും. കാരണം അന്ന് ഞാൻ കൗങ്ങുമൽ തെങ്ങുമലൊക്കെ കയറുന്ന കാല. ഇപ്പൊ എന്നെ കൊണ്ട് കയറാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, അന്ന് ഏത് പണിയെടുക്കാം, നമുക്ക് കൈക്കോട്ട് എടുത്തിട്ട് മണ്ണെടുത്ത് മറിക്കാം, നമുക്ക് വികാസം എടുത്ത് കൊത്തിയാൽ വിറവ് കീറാം, നമുക്ക് പ്ലേറ്റ് കഴുക, നമുക്ക് ഹോട്ടലിലെ ജോലി എടുക്കാം, അല്ലാത്ത ജോലി എടുക്കാം. എന്നാ ജോലി എടുക്കാൻ പറ്റുന്നുണ്ടോ? ഏത് ജോലി എടുക്കാം. അതിനെന്തുകൊണ്ട് കൈയൊന്ന് കയറ്റിങ്ങനെ വെക്കണമെന്ന് മാത്രമേ വേറെ ഒരു പണിയില്ല. ബാക്കിയുള്ള എടുക്കുന്ന എല്ലാ ജോലിയും മുസ്ലിയാർക്ക് എടുക്കാം. നമുക്ക് വികാസം എടുത്ത് കൊത്തിയാൽ വിറവ് കീറാം. അപ്പൊ ആ കയ്യൊന്ന് കയറ്റിയാണ് പാടത്തേക്കും ഇറങ്ങാം, കോറിക്കും ഇറങ്ങാം. പക്ഷെ നമുക്ക് തീയാത്ത സംഗതി പിക്കാസ് കൊണ്ട് വിറക് കീറില്ല, എങ്ങനെ മനസ്സിലായില്ല. ബാക്കിയൊക്കെ മനസ്സിലായി. പിക്കാസ് എടുത്ത് വിറക് കീറാന്ന് പറഞ്ഞത് അതെങ്ങനെ മനസ്സിലായില്ല.